ആദരണീയരായ വിശിഷ്ടാതിഥികളെ, ബഹുമാനരായ ശ്രോതാക്കളെ, ഇന്ന് മാർച്ച് 22 നമ്മൾ ലോക ജനദിനമായിട്ട് ആഘോഷിക്കുകയാണെന്നോ ആചരിക്കുകയാണെന്നോ പറയേണ്ട അവസ്ഥയിലാണ്. ഏകദേശം 700 കോടിയോളം വരുന്ന മാനവ സമൂഹത്തിൻ്റെ ജീവൻ്റെ സ്വപ്നങ്ങൾക്ക് നനവേകുന്ന ജലത്തിൻ്റെ പേരിലും നമ്മളൊരു ദിവസം ആചരിക്കുകയാണ്. ഈ ഭൂമിയിലെ തന്നെ ഓരോ ജീവഗണവും നിലനിൽക്കുന്നത് ജലം എന്ന് പറയുന്ന 2 അക്ഷരങ്ങളിലാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ദിവസം. ഇന്നീ വൈകുന്നേരം തിരക്കേറിയ തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഈ ചെറിയ ഹോളിലാണെങ്കിൽ പോലും നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ജനക്കൂട്ടം ഓരോ മനുഷ്യരും ഈ വിഷയത്തെ എത്രത്തോളം ശ്രദ്ധാപൂർവമാണ് പരിശോധിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. നമുക്കറിയാം, 27 എഡിഷനുകൾക്ക് മുമ്പ് അസറ്റ് ഹോം സിംഗിൻ്റെ ഒരു പ്രഭാഷണ പരിപാടി ആരംഭിക്കാൻ ആലോചിച്ചപ്പോൾ അത് സകല അനുഗ്രഹങ്ങളും നൽകി അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട അസറ്റ് ഹോംസിൻ്റെ ഗുരുനാഥനെന്ന് ഞങ്ങൾ കണക്കാക്കുന്ന ശ്രീ ശങ്കർ സാറായിരുന്നു. അന്ന് ഇത് 27 എഡിഷൻ പോകുമെന്നോ ഇതിങ്ങനെ ഒരു കൃത്യമായിട്ട് ആൾക്കാർ ഞങ്ങളെ റിമൈൻഡ് ചെയ്യുന്നു, അതായത് ഒരു ലോക പാർപ്പിട ദിനം വരുമ്പോൾ അല്ലെങ്കിൽ ലോക ജലദിനം വരുമ്പോൾ അസറ്റ് ഹോംസിലേക്ക് മെസ്സേജ് അയക്കും, ഇത്തവണത്തെ ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് പ്രോഗ്രാം എവിടെയാണ് എന്ന് ചോദിക്കുന്ന ഒരു ശ്രോതാക്കളുടെ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ സന്തോഷവും ആഹ്ലാദവും ആത്മനിർവൃതിയും ചാരിതാർത്ഥ്യവും ഈ അവസരത്തിൽ ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നിം നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഓ മദർ എർത്ത്, who is having ocean as her garments, mountains as her bosom, who is the consort of Sri Vishnu, I bow to you. Please forgive me for touching you with my feet. ഞാനിപ്പോൾ ഉച്ചരിച്ച ഈ 4 വരികൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ മുഴുവൻ നിവാസികളും ആചരിച്ചു പോന്ന, ഇന്നും ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ആചരിച്ചു പോരുന്ന പ്രഭാതത്തിൽ ചൊല്ലുന്ന ക്ഷമാപ്രാർത്ഥനാ ശ്ലോകമാണ്. അതായത് ഭൂമിയെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ആകെ തന്നെ മാതാവായി കണക്കാക്കി പാദസ്പർശനത്തിന് പോലും ക്ഷമ ചോദിച്ചിരുന്ന ഒരു സംസ്കൃതിയുടെ പിൻതലമുറക്കാരാണ് നമ്മൾ. മറ്റൊരു വചനം പറയുകയാണെങ്കിൽ, വല്ലാഹു അൻസല മിൻ സമായി മാൻ അഹയ ബിഹ്ലർല ബഅദ മൗദിഹ ഇന്ന ഫി ദാലിക ല ആയതൻ ലൗകമീൻ യസ്മവൻ. പരിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 65-ാം വാക്യം പറയുന്നത്, ആൻഡ് Allah has sent rain from the sky and given life thereby to earth after its lifelessness. Indeed, in that is a sign for a person who listen. പരിശുദ്ധ ഖുർആൻ ജീവസന്ധാരണത്തിന് ഏറ്റവും അനുപേക്ഷണീയ ഘടകമായി കാണുന്നത് ജലത്തിനെയാണ്. ദൈവം ജലത്തെ സൃഷ്ടിക്കുകയും അതിനെ നീർച്ചോലകളിലും നദികളിലും സമുദ്രങ്ങളിലുമായി സംഭരിച്ച് ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഉപയോഗിക്കാനും അനേക ജീവജാലങ്ങൾക്ക് പാർപ്പിടമാകുവാനും കരുതി വയ്ക്കുന്നു. ജലം ഒരു പാർപ്പിടം കൂടിയാണ്. കാരണം ഒരുപാട് ജീവജാലങ്ങൾ ജീവിക്കുന്നത് ജലത്തിലാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ജലം മാനവരാശിക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്ത് നിലനിൽക്കുന്ന സർവ്വചരാചരങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ആവശ്യമായിട്ടുള്ള ഘടകമാണ് എന്നുള്ളതാണ്. അസറ്റ് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഉപഭോക്താവിനോടും ഓരോ തൊഴിലാളിയോടും ഓരോ പ്രോജക്റ്റിനോടും നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥകളോടും നിയമങ്ങളോടും റെസ്പോൺസിബിളായിരിക്കുക എന്നുള്ളത് പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മുടെ പ്രകൃതിയോടും റെസ്പോൺസിബിളായിരിക്കുക എന്നുള്ളത്. ആ അടിസ്ഥാന പ്രമാണത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഊർജ്ജ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രകൃതി ഉപഭോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വനവൽക്കരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അസറ്റ് ഹോംസ് ഉയർത്തിപ്പിടിക്കുന്ന സുസ്ഥിര വികസനം എന്ന മഹത്തായ തത്വം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറത്ത് സാമൂഹ്യ പ്രതിബദ്ധത നമ്മുടെ മുഴുവൻ കാഴ്ചപ്പാടുകൾക്കും ഊന്നൽ നൽകുന്നതായിരിക്കണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കേരളത്തിലെ വിവിധ നഗരങ്ങളിലെ പ്രമുഖ ആശുപത്രികളുമായി സഹകരിച്ച്
അവിടെയെല്ലാം ജനിക്കുന്ന ഓരോ പെൺകുഞ്ഞിനും ആദ്യത്തെ ഉപഹാരമായിട്ട് ഒരു മരം നൽകുക എന്ന ട്രീഥൻ എന്ന അസറ്റ് ഹോംസിൻ്റെ ഈ പദ്ധതി തന്നെ ഞങ്ങളുടെ ഈ ശക്തമായിട്ടുള്ള സുസ്ഥിര വികസനത്തോടുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രതീകമാണ്. ലോക പരിസ്ഥിതി ദിനം, ലോക ജലദിനം, ലോക പാർപ്പിട ദിനം എന്നീ ദിവസങ്ങളിൽ ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്ന ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന ഈ പ്രോഗ്രാം കേരളത്തിലെ വിവിധ നഗരങ്ങളിലും ഒരു പ്രാവശ്യം ഇന്ത്യക്ക് പുറത്തും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഏതടിസ്ഥാന വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രവർത്തനത്തിനൊപ്പം വേണ്ട കാര്യങ്ങളാണ് പ്രഭാഷണങ്ങളും. ചിന്താശകലങ്ങൾ സംരക്ഷണം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആശയങ്ങളുടെ വിലയിരുത്തലുകളാണ്. നല്ല പ്രഭാഷകരുടെ ഓരോ വാക്കും ഓരോ വരിയും ഒരു ആഹ്വാനമാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരിൽ ഒരാളെയെങ്കിലും ഇവിടെ നിന്ന് ഉയരുന്നൊരു വാചകം സ്വാധീനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പ്രയത്നം വിജയകരമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഈ ദിവസം നമ്മളോട് സംവദിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം അറിയപ്പെടുന്ന ജലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും വളരെയേറെ അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഇന്നിവിടെ ഈ വേദിയിൽ നമ്മളോട് സംസാരിക്കാൻ ലഭിച്ച വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു. അസറ്റ് ഹോംസിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനതയുടെ പേരിലും ഞാൻ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ആദ്യമായിട്ട് ഭദ്രദീപം കൊളുത്തി ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ശങ്കർ സാറാണ്. പത്മശ്രീ ആർക്കിടെക്ട് ജി ശങ്കർ, അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എപ്പോഴും കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുകയും ഒപ്പം തന്നെ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അസറ്റ് ഹോംസിൻ്റെ അടുത്ത സുഹൃത്ത് ശ്രീ രഘുചന്ദ്രൻ നായർ, അദ്ദേഹം എത്തിച്ചേർന്നുണ്ട്. ശ്രീ രഘുവിനെ, ഞങ്ങളൊരു കുടുംബാംഗമാണ്, രഘുവിനെ ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയും തുടർന്നുള്ള എഡിഷനിലേക്കും നിങ്ങളുടെ എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യം സഹകരണവും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തവണ ഈ പ്രോഗ്രാം വന്നിരിക്കുന്നത് ഈ റമദാൻ്റെ വേളയിലാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും റംസാൻ ആശംസകൾ നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷമാണ് അസറ്റ് ഹോംസ് കേരളത്തിലെ മുഴുവൻ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, കമ്മ്യൂണിറ്റി ലിവിങ്ങുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ വേളയിൽ പൂമുഖ അലങ്കാര മത്സരം സംഘടിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് തോന്നി വലിയ പാർട്ടിസിപ്പേഷൻ ഒന്നും ലഭിച്ചില്ല. ഒരു 30ഓളം അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. അതിൽ പങ്കെടുത്ത ആൾക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് സമ്മാനങ്ങളെല്ലാം കൊടുക്കാൻ സാധിച്ചു. പക്ഷേ ഇത്തവണ വളരെ അഭൂതപൂർവമായിട്ടുള്ള എൻട്രീസ് ആയിരുന്നു. കാരണം ഏകദേശം 100-ലധികം അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളിൽ നിന്നാണ് ഈ അലങ്കാര മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് എൻട്രീസ് ലഭിച്ചത്. അതിലെ വിജയികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഞാൻ ഈ ചടങ്ങിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കാരണം ഇത് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് എത്രത്തോളം ഉദാത്തമാക്കാം, എത്രത്തോളം മനോഹരമാക്കാം, എത്രത്തോളം സാമൂഹിക പങ്കാളിത്തത്തോടെ നടത്താം എന്നുള്ളതിനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അനുമോദിക്കുകയും വിജയികളെ പ്രത്യേകം അനുമോദിക്കുകയും ഇവിടെ സമ്മാനം വാങ്ങാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, sir. Ladies and gentlemen, let me once again remind you that arrangements have been made to break the fast at room number 2, which is named Ponmudi. The room can be accessed from the rear end door on your right side. Ladies and gentlemen, from constructing the first township built with green building technology in India, which contains 600 houses, a community center and temple in Sirumugai, Coimbatore in 1995, to the largest earth building in the world measuring over 6 lakh square feet in Bangladesh, architect Padma Shri G. Shankar has religiously taken on the cause of sustainable architecture and is a name to reckon in India and all around the world.
His company, Habitat Technology Group, is the biggest non-profit organization in the shelter sector of the country, and today his distinguished presence here makes this event even more special. Please join me in extending a warm welcome to Padma Shri G. Shankar as he shares his profound insights and wisdom with us today. സാറിനെ ഏറ്റവും ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. ഇന്നത്തെ മുഖ്യ പ്രഭാഷകനായിട്ടുള്ള ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഞങ്ങൾ പരിസ്ഥിതി പ്രസ്ഥാനത്തിലെ പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതേപോലെ എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള അസറ്റ് ഹോംസിൻ്റെ ആത്മാവും പരമാത്മാവുമായ ശ്രീ സുനിൽ, എൻ്റെ അഭിവന്ദ്യ സുഹൃത്തായിട്ടുള്ള ശ്രീ രഘുചന്ദ്രൻ നായർ, ഞങ്ങളുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കൂട്ടാളികളായിട്ടുള്ള ശ്രീലത തുടങ്ങി ഈ വളരെ വളരെ സമ്പന്നമായിട്ടുള്ള സദസ്സാണ് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. സ്നേഹിതരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു ദിവസമാണ്. സ്വകാര്യമായിട്ട് ഓർമ്മകൾ കാത്തു സൂക്ഷിക്കാത്ത ഒരാളാണ്. എന്നാലും ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി ശഠിക്കുന്ന ഒരാളും കൂടെയാണ്. കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ലോകത്തിലെമ്പാടും ദുരന്ത മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ദുരന്തങ്ങൾ പല രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഒരുപക്ഷെ നമ്മളൊരു ദുരന്തത്തിൻ്റെ വക്കിലാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ദിവസം കൂടെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരനായിട്ടുള്ള MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, നടക്കുന്നത് സൂക്ഷിച്ച് വേണം എന്നെനിക്കറിയാം, അവനെവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, സൂക്ഷിച്ച് കരിയിലേക്കിടയിൽ അവനെവിടെയോ ഉണ്ട് എന്നെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാണ് നടക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരനായിട്ടുള്ള MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ പറഞ്ഞത് എന്താണെന്നറിയാം? മരണം അവിടെ കാത്തിരിപ്പുണ്ടെന്നുള്ളതാണ്. നമ്മുടെ കരിയിലേക്കിടയിൽ എവിടെയോ അവൻ കാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ മരണം കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സവിശേഷമായ ഭൂശാസ്ത്രത്തിലുള്ള സ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു. ഇന്ത്യയിൽ ഈ നമ്മുടെ ഈ ദുരന്ത സാധ്യതയുള്ള മേഖലകളെ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും ദുരന്ത സാധ്യതയുള്ള സോൺ 3യിലാണ് കേരളത്തിലെ കാസർഗോഡ് തൊട്ട് പാറശാല വരുന്ന സ്ഥലം എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ കാൽ കീഴിൽ മരണമുണ്ട്. അതെപ്പോഴെങ്കിലും എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇത്രയും നാൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മൾ യുദ്ധം ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. അതിർത്തികൾ നമുക്ക് വളരെ ദൂരെയാണ്. നമ്മൾ ഒരിക്കലും കേരളത്തിലൊരു ഒരു 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 ദുരന്തം, പ്രകൃതി ദുരന്തം വരുന്ന പ്രതീക്ഷിച്ചില്ല. പക്ഷേ 2004 ഒരു ഡിസംബർ രാവിൻ്റെ മധ്യയാമത്തിൽ ഇങ്ങനെ നമ്മുടെ കൊലയാളി തിരമാലകൾ നമ്മുടെ കടൽ തീരത്ത് അടിച്ചു കയറിയപ്പോൾ നമ്മൾ പതറിപ്പോയി. സുനാമി കേരളത്തിൻ്റെ ഒരു വളരെ ചെറിയൊരു ഭാഗത്താണ്. ഞാൻ സുനാമിയുടെ കാലഘട്ടത്തിൽ ലോകത്തിൽ മുഴുവൻ ജോലി ചെയ്ത ഒരാളാണ്. കേരളത്തിൻ്റെ ചെറിയ ഒരു സ്ട്രെച്ചിൽ, ഈ കരുനാഗപ്പള്ളിക്കടുത്തുള്ള ആറാട്ടുപുഴയ്ക്കടുത്തുള്ള ചെറിയൊരു ഭാഗത്ത് സുനാമി തിരമാല അടിച്ച് കേരളം പകച്ചുപോയ ഒരിതാണ്. നമ്മൾ മറ്റൊരു ദുരന്തത്തിൻ്റെ വക്കിലാണെന്ന് തിരിച്ചറിയേണ്ട ഒരു കാലമാണ്. ഞാൻ ഇന്നലെ ബാംഗ്ലൂർ നഗരത്തിലായിരിക്കുന്നു. ലോകത്തിൽ ജലം വറ്റിപ്പോകുന്ന ആദ്യ നഗരങ്ങളിലൊന്ന് ബാംഗ്ലൂരാണെന്ന് അവിടുത്തെ ആൾക്കാർ, ബാംഗ്ലൂർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പണ്ട് നമ്മൾ കുഴിക്കുമ്പോൾ 15 അടിയിൽ 20 അടിയിൽ 30 അടിയിൽ വെള്ളം കെട്ടിക്കൊണ്ടിരുന്ന ബാംഗ്ലൂർ നഗരത്തിൽ ഇപ്പോൾ പറയുന്നത് 2000 അടിയിൽ പോലും വെള്ളമില്ല എന്നുള്ളത്. 2000 അടി ഭൂവിധാനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ എഞ്ചിനീയറിംഗ് സെക്ടർ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ബോർവെല്ലിന് പോലും ഒരു സാധാരണഗതിയിൽ നമ്മുടെ 1000 അടി എന്നൊക്കെ കേരളത്തിൽ നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അവിടെ 2000 അടി പോയാലും 3000 അടി പോയാലും പോലും വെള്ളമില്ലാത്ത ഒരു മരുഭൂമി. ഞങ്ങൾ വിചാരിച്ച ഇത്രയും നാൾ മനസ്സിൽ മാത്രമാണ് മരുഭൂമി വളരുന്നത്. യഥാർത്ഥത്തിൽ ഭൂമിയിൽ മരുഭൂമികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യഥാർത്ഥം ഇതാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ കൊച്ചു കേരളത്തിൽ വാട്ടർ എവരിവെയർ ബട്ട് നോട്ട്. ഞാനെൻ്റെ കൊച്ചിലെയൊക്കെയുള്ള ഇവിടുത്തെ ഈ ജലസാന്നിധ്യം തിരുവനന്തപുരം നഗരത്തിലെ സമൃദ്ധമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന കരമനയാറും കിള്ളിയാറുമൊക്കെ ഇതൊരു ബാല്യകാല സ്മരണയൊന്നുമല്ല. എൻ്റെ യൗവനകാലത്തും അത്രയും യൗവനയുക്തിയായിട്ടുള്ള നദികളായിട്ടാണ് നമ്മൾ ഓർമ്മിച്ചെടുക്കുന്നത്. അതിൽ രണ്ടും ഏകദേശം അഴുക്ക് ചാലായിട്ട് വറ്റിക്കഴിഞ്ഞു. കേരളത്തിലുള്ള 44 നദികളും ആസന്ന മരണശയ്യയിലാണ്. കേരളത്തിലുള്ള ആകെപ്പാട് നമ്മുടെ ജലസ്രോതസ്സിനുള്ള
വൃത്തിയായി കുടിക്കാൻ പറ്റുന്നുള്ള കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ള നദികൾ 44 നദികളും വറ്റിക്കൊണ്ടിരിക്കുകയാണ്. 44 നദികൾ ആസന്ന മരണശയ്യയിലാണെന്നൊക്കെയുള്ളത് വളരെ പേടിപ്പെടുത്തുന്ന ഭീതിതമായിട്ടുള്ള ഓർമ്മയാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിനകത്തിനെ പരിപാകപ്പെടുത്തിയെടുക്കാൻ, നമ്മുടെ മനസ്സിനകത്തുള്ള അഹങ്കാരവും ദുരയും ഒക്കെ മാറ്റിയെടുക്കാൻ ജലസാന്നിധ്യത്തെ ധ്യാനിച്ച ഒരു കാലം ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്തുള്ള പ്രിട്ടൻഷൻസൊക്കെ കഴുകിക്കളയാനായിട്ട്, മനസ്സിനകത്ത് എല്ലാ ഈ ദുരകളും കഴുകിക്കളയാനായിട്ട് ഞാൻ ചെന്നിരുന്നത് കടൽപ്പുറത്താണ്. ഈ കടൽപ്പുറത്ത് കാണിക്കുന്ന നമ്മുടെ ജലത്തിൻ്റെ അപാരമായ സാന്നിധ്യം നമ്മളെ പലതും പഠിപ്പിക്കും. ഏറ്റവും മെഡിറ്റേറ്റീവ് ക്വാളിറ്റിയുള്ള ഒരു മെറ്റഫറാണ് ഈ ജലം എന്ന് പറയുന്നത്. ഏറ്റവും മെഡിറ്റേറ്റീവ് ക്വാളിറ്റിയുള്ള ധ്യാനം പോലെ ഒരിക്കലും തീരാത്ത ഓളങ്ങളും ഈ അപാരമായ ജലപ്പരപ്പുമൊക്കെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനം മനുഷ്യൻ ആരുമല്ല, നിൻ്റെ ഈ യുവർ സച്ച് എൻ ഇൻസിഗ്നിഫിക്കൻറ്റ് ഹ്യൂമൻ ബീയിങ് എന്ന് നമ്മളെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതാണ് ജലസാന്നിധ്യം. ഞാനിപ്പോഴും കൊച്ചിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഓർത്തെടുക്കുന്ന ഒരു പുസ്തകമുണ്ട്. നമ്മൾ ആ പുസ്തകം മറ്റ് ചില കാരണങ്ങളാണ്. അപ്പോൾ ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. സിദ്ധാർത്ഥയിൽ അറിയാം, അതിൽ അതായത് കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നൊരു നദിയാണ്. ആ നദിയിൽ കൂടാണ് ആ സിദ്ധാർത്ഥ എന്നുള്ള കഥ. സിദ്ധാർത്ഥൻ ഈ ആഗ്രഹങ്ങളുടെ പൊരുൾ തേടി അലഞ്ഞു നടന്ന സിദ്ധാർത്ഥൻ്റെ ജന്മം, സിദ്ധാർത്ഥൻ്റെ ജീവിതം മുഴുവൻ ഈ നദിക്കരയിലാണ്. ഭാരത സംസ്കൃതിയിൽ നമ്മുടെ സംസ്കൃതി പറഞ്ഞ ലോകത്തിലെ എല്ലാ സംസ്കൃതികളും, നൈൽ നദിയാണെങ്കിലും ബിബ്ലിക്കൽ സിറ്റുവേഷൻസ്, നൈലിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ വായിച്ചെടുക്കുന്ന ബിബ്ലിക്കൽ സിറ്റുവേഷൻസിൽ ഈ ഒരു കുട്ടയിൽ ജനിച്ചു വന്ന കുഞ്ഞിൻ്റെ ജന്മം തൊട്ട് നമ്മൾ കാണുന്ന നൈൽ നദിയുടെ ഒരു അഭൗമമായിട്ടുള്ള സാന്നിധ്യമാണ്. ഇതാണ് വറ്റി വരണ്ട് തീർന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ മരുഭൂമിയിൽ കൃഷ്ണവനം സൃഷ്ടിച്ച, നമ്മുടെ മരുഭൂമികളിൽ മനസ്സിലല്ല, യഥാർത്ഥ മരുഭൂമി എന്ന് പറയുന്നത് നമുക്ക് അട്ടപ്പാടിയിലെ റെയിൻ ഷാഡോ റീജിയൻ, അവിടെ കൃഷ്ണവനം സൃഷ്ടിച്ച സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു അനുചരനായിട്ട് കുറേ നാൾ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചുള്ള ധന്യമായുള്ള ഓർമ്മയാണ്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് ആറന്മുള വിമാനത്താവളത്തിനെതിരായിട്ടുള്ള ഒരു എൻ്റെ ഭാര്യയുടെ വീട് പമ്പയുടെ നേരെ തീരത്താണ്. അവിടെ പമ്പയുടെ നേരെ തീരത്തുള്ള ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ തീരുന്ന ആ ഫിനിഷിംഗ് പോയിൻ്റുള്ള എൻ്റെ വീട്ടിൽ, എൻ്റെ ഭാര്യയുടെ വീട്ടിൽ കിണർ വറ്റിപ്പോയി. പമ്പയുടെ നേരെ തീരത്താണ്. ഞാൻ ജനിച്ചത് ഇതിൻ്റെ മറ്റൊരു ശാഖയുടെ തീരത്താണ് ജനിച്ചത്. വളർന്നത് ഇവിടെ പമ്പയുടെ തീരത്താണ്. ഭാര്യയുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞും പമ്പയുടെ തീരത്താണ് ഭാര്യയുടെ ബസ്. അപ്പോൾ അവിടുത്തെ ഇത് പറ്റിയപ്പോൾ എന്താണ് കാരണം എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവിടെ നിർദ്ദിഷ്ട വിമാനത്താവളത്തിന് വേണ്ടി അവിടെ കംപ്ലീറ്റ് ഞങ്ങളുടെ അവിടെ ജലസ്രോതസ് എന്ന് ഈ തോടങ്ങ് നികത്തിയിട്ട് അവിടെ റൺവേ ആക്കി. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, പരിസ്ഥിതി പ്രവർത്തകർ ഈ റൺവേ ആറന്മുള വിമാനത്താവളത്തിൻ്റെതായിട്ടുള്ള സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ റൺവേ തകർക്കാനാണ്. ഞാൻ എൻജിനീയറിംഗ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ മെഷീൻ ഈ മറ്റേ പ്രൊക്ലൈനറും മറ്റേ JCB ഒക്കെ ഉപയോഗിച്ച് റൺവേ നമ്മൾ തകർത്ത് കളഞ്ഞു. റൺവേ ഒരു ബക്കറ്റ് വെച്ചിട്ട് ആ റൺവേ മുഴുവൻ നമ്മൾ കുഴിച്ചു. പണ്ട് അവിടെ ഈ കോഴിത്തോടെന്ന് പറഞ്ഞൊരു ചെറിയൊരു റിവലറ്റ് ഉണ്ടായിരുന്നു. റിവലറ്റ് എന്ന തോടിനേക്കാളും കുറച്ചുകൂടി വലിയ ഒരു ജലത്തിൻ്റെ അരുവി. അതായിരുന്നു ഞങ്ങളുടെയൊക്കെ കിണർ മുഴുവൻ ഈ ജലസ്രോതസ്സായിട്ട് ആ റിവലറ്റായിരുന്നു. അത് അവർ നിർദ്ദിഷ്ട വിമാനത്താവളത്തിന് റൺവേ ആക്കി മാറ്റി. അത് നമ്മൾ കുഴിച്ചു. അന്ന് കുഴിക്കുമ്പോൾ 2 ബക്കറ്റിൻ്റെ വീതിയിൽ, ഒരു തോടിൻ്റെ വീതിയിലാണ് ഞാൻ കുഴിച്ചത്. തകർത്തിട്ട് നമ്മൾ സമരം വിജയിച്ചു. ആ നിർദ്ദിഷ്ട വിമാനത്താവളം എന്ന് പറയുന്നത് അത് ഈ 2 വർഷം കഴിഞ്ഞ് ഒരു ദേശീയ മാധ്യമത്തിൻ്റെ ഒരു പത്തനംതിട്ട ജില്ലയുടെ ഒരു വികസന പദ്ധതികളെ പറ്റിയും അവിടെ ജീവിക്കുന്നതിനെ പറ്റിയും എന്നോട് പത്തനംതിട്ട ജില്ലക്കാരനായിട്ട് എന്നോട് അനുഭവങ്ങൾ പങ്കിടുവാനായിട്ട് ഈ സ്ഥലത്ത് നിന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളെ അത് പറയാതിരിക്കാൻ, അതിൻ്റെ സന്തോഷം പറയാതിരിക്കാനൊക്കെ ഇല്ല. കണ്ണുനീരിൻ്റെ നനവുണ്ട്, അതും ജലമാണ്. മനസ്സിൻ്റെ നനവെന്ന് പറയുന്നത് എപ്പോഴും ജലസാന്നിധ്യമാണ്. ഞാൻ വെറും 2 ബക്കറ്റിൽ തകർത്ത് കളഞ്ഞ ഈ റൺവേ, ഒരു തോട് പോലെ ഞാൻ ഉണ്ടാക്കിയെടുത്ത റൺവേ, തീരം തകർത്തൊഴുകാൻ കൊതിക്കുന്ന ശാരദയെ നീയം എന്നൊക്കെ പണ്ടപ്പെട്ട കവിതയുണ്ട്. അതേപോലെ തീരം തകർത്തൊഴുകാൻ കൊതിക്കുന്ന ഒരു കൊച്ചു നദിയായിട്ട് പുനർജനിക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും അന്ന് ഞാൻ അനുഭവിച്ചൊരു ആനന്ദം, എന്താ പറയുന്നത്,
അത് അതിരേകത്തോടെ ഹൃദയ ഐ എം ഗെറ്റിംഗ് ഗൂസ് ബംസ്. ഈ ഹൃദയ അതിരേകത്തോടു കൂടി ഞാൻ ഓർത്തെടുക്കാൻ തയ്യാറാണ്. നമ്മൾ സുഹൃത്തുക്കളെ, നമ്മൾ നാട് അതിഭീകരമായിട്ടുള്ള ഒരു ഡ്രൗട്ടിൻ്റെ വക്കിലാണ്. ഞാനൊരു ദുരന്ത സാധ്യത പ്രവചിക്കുകയല്ല, ഏറ്റവും ഭീകരമായിട്ടുള്ള വരൾച്ചയുടെ വക്കിലാണ്. വാട്ടർ എവരിവെയർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് പറയുന്ന മലയാളത്തെ സംബന്ധിച്ചോളം, ഇത്രയും ജലസമൃദ്ധമായിട്ട് മലയാളത്തെ സംബന്ധിച്ചോളം ഭീകരമായിട്ടിതാണ്. വെള്ളമില്ലാത്തത് സമാധാനമില്ലാതാക്കും. ഇന്നത്തെ ഒരു പക്ഷേ പ്രഭാഷണത്തിൻ്റെ ഇന്ന് ലോകം മുഴുവൻ ആചരിക്കുന്ന വാട്ടർ ഫോർ പീസ് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമാധാനത്തിന് വേണ്ടി ജലം കിട്ടുന്നത്. ഞാൻ ഒരുപാട് ആഫ്രിക്കയിലെ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. സബ് സഹാറൻ ആഫ്രിക്കൻ കൺട്രീസ്, സൊമാലിയ, എറിട്രിയ, എത്യോപ്യ, ആ ഭൂഭാഗമൊക്കെ എനിക്കറിയാം. എത്ര ദൂരം ആളുകൾ നടന്നിട്ടാണ് ഒരു പെയിൽ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, ഒരു ചെറിയ റബ്ബർ കുട്ട പോലത്തെ ഇതിനകത്ത് വെള്ളമെടുത്തുകൊണ്ട് വരുന്നതിൻ്റെ നേർസാക്ഷി എനിക്കറിയാം. നമ്മൾ ഇത്രയും ജലസമൃദ്ധമായിട്ട് നമ്മൾ വെള്ളം കളയുന്നു, വെള്ളത്തിൻ്റെ വില മനസ്സിലാക്കുന്നു. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിക്കുവാൻ മലയാളി പഠിച്ചേ തീരുള്ളൂ. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മൾ സമൃദ്ധമായിട്ട് കുളിക്കുവാനായിട്ട് മലയാളി പഠിച്ചേ തീരുള്ളൂ. ജലം അമൂല്യമാണെന്നും ജലം എന്താ പറയുന്ന അമൂല്യമായ സമ്പത്താണെന്ന് ആളുകൾ ഇതൊക്കെ പറയുമ്പം, ഞാനൊരു ഫ്രറ്റേണിറ്റി, നമ്മുടെ രഘുവിനറിയാം, ഞങ്ങളെല്ലാം എൻജിനീയറിങ് ആർക്കിടെക്ട് ഫ്രറ്റേണിറ്റിൻ്റെ ഭാഗമാണ്. ഞാൻ എന്താ പറയുക, നിങ്ങളുടെ മുമ്പിൽ തലകുനിച്ചൊരു കാര്യം പറയാതിരിക്കാനൊക്കെ ഇല്ല. ബിക്കോസ് ഐ എം ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദി ക്ലൈമറ്റ് ചേഞ്ച് ഇൻ എ വേ. ഇന്ത്യയിൽ വാട്ടർ എവരിവെയർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് പറയുന്ന ഈ സിറ്റുവേഷനിൽ വി ആർ വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. വി ആർ യൂസിങ്. പണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കണക്കെടുക്കാൻ നേരത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചു, ആദ്യത്തെ ദിവസം 1000 കോടി, രണ്ടാം ദിവസം 10,000 കോടി, മൂന്നാം ദിവസം 1,00,000 കോടി. 1,00,000 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അറിഞ്ഞുകൂടാ. ഒന്നിൻ്റെ പുറകിൽ ഒരുപാട് പൂജ്യമിടുന്ന ഇതാണ്. ഞാൻ കണക്കിന് നല്ല മിടുക്കലാണ്, പക്ഷേ ഒന്നിൻ്റെ പുറകിൽ ഒരുപാട് പൂജ്യമിട്ട് കഴിഞ്ഞപ്പോൾ സംഖ്യയ്ക്ക് വിലയില്ലാതായിപ്പോയി. അതേപോലെ ഇന്ത്യയിൽ ടു വാഷ് ഔട്ട് ദി ഡേർട്ട് ഫ്രം അവർ ടോയ്ലറ്റ്സ്, ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു, നമ്മുടെ ശൗചാലയങ്ങളിൽ നിന്ന് നമ്മുടെ കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കിക്കളയാനായിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഭീകരമായിട്ടുള്ളൊരു എമൗണ്ടാണ് സുഹൃത്തുക്കളെ. ഭീകരമായിട്ട് 5 billion liters a day is being used in Indian toilet to flush out the dirt from the toilet. 5 billion liters of potable water is being used in Indian toilets to flush out the dirt from the toilet. Water everywhere, not a drop to drink എന്നുള്ളതാണ് ഭീഷണമായിരുന്നത്. ഞാൻ ബാക്കിയൊന്നും പറയുന്നത്, ഞാൻ ചിന്താമധുരമായ ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഇത്രയും ജലസംരക്ഷണ മേഖലയിൽ, ജലമേഖലയിൽ ഇത്രയും അറിവുള്ള, ഇത്രയും വിശാലമായിട്ട് ജോലി ചെയ്ത് പരിചയമുള്ള, മലയാളത്തിൻ്റെ മണമുള്ള ഒരു ജലശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. എനിക്ക് അവസരം തന്ന ശ്രീ സുനിലിനും എൻ്റെ സ്നേഹിതർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ച ശങ്കർ സാറിൻ്റെ വാക്കുകൾക്ക് നന്ദി. Ladies and gentlemen, it's with great honor and privilege that I stand before you today to introduce our esteemed speaker for this auspicious occasion, Dr. Subhash Chandra Bose, renowned expert in environmental science and a champion of water conservation, will be gracing us with his presence and delivering the 27th edition of the triannual lecture series organized by Acetones. Dr. B. Subhash Chandra Bose is a distinguished environmental scientist, educator and expert in water resources management and nature conservation. His academic journey is marked by outstanding achievements, beginning with his rank holder status in postgraduate studies. Dr. Bose's commitment to learning did not end there. He pursued further education, earning degrees in various fields, including a B.Ed, MBA, LLB, MSW, GJMC and a PhD, showcasing his well-rounded expertise across multiple domains. Professionally, Dr. Bose has made significant contributions to water resources management. He served as the director of the Water Resources Department and state manager of the Rainwater Harvesting Campaign under the government of Kerala. In these positions, he played a pivotal role in shaping the state's water policies and spearheading conservation efforts.
Dr. Boo's leadership extends beyond his governmental roles. He has served as chairman and patron of numerous organizations dedicated to environmental stewardship, further demonstrating his commitment to conservation efforts. Additionally, he has served as the state convener for the State Water Policy 2008, underscoring his dedication to shaping sustainable water management practices at a broader level. Dr. Subhash Chandra Bose has indeed left a substantial mark in academia and public education, dedicating himself to spreading awareness about the importance of water conservation. His impact is evident through the nearly 20,000 classes he has conducted, enlightening numerous individuals on the critical need for water conservation. Furthermore, his literary contributions are impressive, with 16 published books and almost 2,000 articles in prestigious publications such as Malayalam Manorama, Madhrubhumi and others. Through these writings, Dr. Bose has played a significant role in raising awareness of environmental issues and advocating for sustainable practices. Ladies and gentlemen, his efforts have not gone unnoticed, as numerous awards and accolades from various organizations have recognized his outstanding contributions. These accolades celebrate Dr. Bose's impactful work and serve as a testament to his dedication and commitment to creating a more sustainable future. Today, Dr. Subhash Chandra Bose will be delivering the 27th edition of the triannual lecture series organized by Asset Homes. Ladies and gentlemen, please put your hands together to welcome Dr. Bose to the dais. Welcome, sir. പ്രിയപ്പെട്ട സുനിൽ സാർ, ഞാനിവിടെ വരുന്നതിന് പ്രധാനമായി കാരണഭൂതനായിട്ടുള്ള പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഡോക്ടർ ശങ്കർ സാർ, എല്ലാ തർക്കങ്ങളിലും വികസനവും പരിസ്ഥിതിയും തമ്മിൽ തർക്കിക്കുന്ന സ്ഥലത്തൊക്കെ വികസനത്തിന് വേണ്ടി വലിയ തർക്കവും വഴക്കുമൊക്കെ ഉണ്ടാക്കുന്ന പ്രിയപ്പെട്ട രഘുചന്ദ്രൻ സാർ ഇവിടെ ഉണ്ട്. ധാരാളം ചാനലുകളിലും ഒക്കെ പരിപാടികളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അസറ്റ് ഹോമിൻ്റെ പ്രിയമുള്ളവരെ, എൻജിനീയേഴ്സ്, അതുപോലെ തന്നെ പ്ലാനേഴ്സ്, പിന്നെ ഇതിൻ്റെ ഹൗസ് ഓണേഴ്സ്, അല്ലാതെ തന്നെ ചില സന്നദ്ധ സംഘടനകളുടെ ആളുകളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് അരമണിക്കൂർ സംസാരിക്കാം, 25 മിനിറ്റ് സംസാരിക്കുകയും 5 മിനിറ്റ് ഒരു ഇൻറ്ററാക്ഷന് വേണ്ടി, അങ്ങനെ അരമണിക്കൂറാണ്. അപ്പോൾ നമുക്ക് 7 മണി ആകും, 6:59, 7 മണിയാകുന്നു. അപ്പോൾ 7:30 മണിയാണ് സമയം. നമുക്ക് നോക്കാം, അങ്ങനെ 7:30 മണിക്ക് നിൽക്കുമെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇന്ന് ലോകം ആചരിക്കുന്നത് സമാധാനത്തിന് വേണ്ടി ജലം എന്നുള്ളതാണ്. ഞാനൊരു 4-5 ഭാഗമായി നമുക്ക് ഈ വിഷയത്തെ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഭാഗം, നേരത്തെ ശങ്കർ സാർ സൂചിപ്പിച്ചതിലെ ജീവനുണ്ടായത് വെള്ളത്തിലാണ്, ജീവൻ നിലനിൽക്കുന്നത് വെള്ളത്തിലാണ്. ഭൂമിയുടെ 1/3 ഭാഗം നമുക്ക്, 1/2 ഭാഗവും ജലമാണ്. ജലമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. ശരീരത്തിൽ 60%, 70%, പിന്നെ രക്തത്തിൽ 90%, 80%, 90%, ബ്രെയിനിൽ, ഇങ്ങനെ എന്ത് ഭാഗം എടുത്താൽ, ലിവർ എടുത്താൽ, കിഡ്നി എടുത്താൽ, ഹാർട്ട് എടുത്താൽ എല്ലാം വെള്ളമാണ്. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാനാവില്ല. ചന്ദ്രനിൽ പോയപ്പോൾ വെള്ളം അന്വേഷിച്ചു, ചൊവ്വയിൽ പോകുമ്പോൾ വെള്ളം അന്വേഷിക്കുന്നു. വെള്ളമാണ് സർവത്ര. മലയാളം എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? മലയാളം ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ സന്തോഷം. മലയാളം രണ്ടാമത്തെ വാക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. മല അറിയാം, മല, ഹില്ല്. ആളം ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകും, അതാണ് മലയാളം. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ പ്ലീസ്. ആളം വേവ്സ് അല്ല, അത് ഓളം. ആളം മീൻസ് താഴ്വര. മലകളുടെയും താഴ്വരകളുടെയും നാട് മലയാളം, അവിടെ വസിക്കുന്നവർ മലയാളി, അവരുടെ ഭാഷ മലയാളം. 5 നദികളുടെ നാട് പഞ്ചാബ്, അവിടെ വസിക്കുന്നവർ പഞ്ചാബികൾ, അവരുടെ ഭാഷ പഞ്ചാബി. ആഘോഷം വന്നത്, ഓണം വന്നത്, തിരുവാതിര വന്നത്, ഞാറ്റുവേല വന്നത്, കൊടുക്കാൻ പഠിച്ചത്, വാങ്ങാൻ പഠിച്ചത്, എല്ലാം തീരുമാനിച്ചത്, ഓണം വന്നത്, എല്ലാം തീരുമാനിക്കുന്നത് 3 ആളുകളാണ്. ഒന്ന് അവിടുത്തെ ലാൻഡ്, 2 അവിടുത്തെ വെള്ളം, 3 അവിടുത്തെ ബയോമാസ്. ബയോമാസിൽ മനുഷ്യരുണ്ട്, ജന്തുക്കളുണ്ട്, ജീവജാലങ്ങളുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇപ്പോൾ സംഹാരം എന്ന വാക്കിന് ഇപ്പോൾ പ്രസക്തിയില്ല. സൃഷ്ടി, സ്ഥിതി, മാറ്റം, ചേഞ്ചേ ഉള്ളൂ, സംഹാരമില്ല എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഒന്നും സംഹരിക്കപ്പെടുന്നില്ല, അതിൻ്റെ ആകൃതിയും രൂപമൊക്കെ മാറുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സൃഷ്ടിയും സ്ഥിതിയും മാറ്റവുമൊക്കെ തീരുമാനിക്കുന്ന ഈ വസ്തുക്കളാണ്.
ഇങ്ങനെ 3 വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചലനാത്മകമായത്, സ്വന്തമായ രൂപമില്ലാത്തത്, ഭാവമില്ലാത്തത്, വിവിധ രൂപത്തിലേക്ക് പോകുന്നത്, ഭാവത്തിലേക്ക് പോകുന്ന കണ്ണീർ മുതൽ കടൽ വരെയുള്ള സകല രൂപത്തിലും പോകുന്ന, പ്രത്യേകിച്ച് രൂപമില്ലാത്ത ഐസാകുന്ന, തണുത്താൽ ഐസാകുന്ന, ചൂടാവിയാൽ നീരാവിയാകുന്ന, കെട്ടിക്കിടക്കാൻ പറ്റുക കെട്ടിക്കിടക്കുന്ന, ഒഴുകി നടക്കുന്ന, ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കുന്ന ഏറ്റവും ചലനാത്മകമായ വസ്തു വെള്ളമാണ്, ജലമാണ്. അതുകൊണ്ടാണ് ജലത്തിന് ഇത്രയും പ്രാധാന്യം വന്നത്. ഒഴുകി നടക്കുന്ന സ്വഭാവക്കാരനാണ് വെള്ളം, ഒരിക്കലും വർദ്ധിക്കുന്നില്ല. കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളാൽ തടഞ്ഞ് വർഷമേഘങ്ങൾ തന്നെ ഉടലുടഞ്ഞ് ഭൂമിതൻ ദാഹമകറ്റാൻ പുണ്യമായി എത്തുന്ന പ്രകൃതിയുടെ സുഹൃതമാണ് മഴയെന്ന് നാം പഠിച്ചു വച്ചിട്ടുണ്ട്. എത്ര സുന്ദരമാണ് മഴ! അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രകൃതിയുടെ മഴയും വെള്ളവുമൊക്കെ കുറിച്ച് കുറച്ച് സമയം സംസാരിക്കുക എന്നുള്ളതാണ്. ഇത്രയും സുന്ദരമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ജീവിതത്തെ തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ജലമെങ്കിൽ അതിനൊരു 5-6 കാര്യങ്ങൾ നമ്മൾക്ക് ആലോചിക്കണം. എല്ലാ സംസ്കാരമുണ്ട്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഹൊയാഹോ, സിന്ധു, ഗംഗ, കാവേരി, ഗോദാവരി, പമ്പ, കരമന തുടങ്ങിയ ഏത് നദി എടുത്തോളൂ, നദിയുടെ തീരത്താണ് സംസ്കാരങ്ങൾ ഉണ്ടായത്. സംസ്കാരങ്ങൾ ഇല്ലാതാക്കിയതും വെള്ളമാണ്. ഒന്നുകിൽ വരൾച്ചയിലൂടെ ലോകത്തെ ഇല്ലാതാക്കിയിട്ടുണ്ട്, സംസ്കാരത്തെ ഇല്ലാതാക്കിയിട്ടുണ്ട്, ലോകം എന്ന് പറഞ്ഞാൽ മൊത്തമല്ല, ആ പ്രദേശത്ത് ഇല്ലാതാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലൂടെ, അല്ലെങ്കിൽ പിന്നെ പ്രളയത്തിലൂടെ. ഒന്നുകിൽ പ്രളയത്തിലൂടെ വാഷ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വരൾച്ചയിലൂടെ രാജ്യത്ത് പോയിട്ടുണ്ട്. ഇന്ന് ബംഗാളികൾ ഇവിടെ ബെറോട്ട അടിക്കുന്നുണ്ടെങ്കിൽ, അവരിവിടെ വന്നിട്ട് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കാലഘട്ടത്തെ അവിടുത്തെ ദാരിദ്ര്യത്തിൽ പിറന്നു വീണ കുഞ്ഞുങ്ങളാണ് ചെറുപ്പക്കാരായി വർഷങ്ങൾ കഴിഞ്ഞ് കേരളത്തിൽ വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. സരസ്വതി നദിയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു 4000 വർഷങ്ങൾക്ക് മുമ്പ്. നമ്മൾ പഠിച്ചിട്ട് പോലുമില്ല. സിന്ധു ഗംഗാ നദിയെക്കുറിച്ചേ പഠിച്ചിട്ടുള്ളൂ, സിന്ധു നദിയുടെ സംസ്കാരം. സരസ്വതി നദിയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. പുതിയ തലമുറയല്ല, നമ്മളും കേട്ടിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത് ഭൂമിക്ക്? വായുവും വെള്ളവും 5 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, പഞ്ചഭൂതമൊന്നുമല്ല, സൂര്യനും വെള്ളവും വായുവും കാറ്റും മണ്ണുമൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നത്. ഈ ചലനമുള്ളത് കൊണ്ടാണ്. ഞാൻ സൂചിപ്പിച്ച വെള്ളത്തിൻ്റെ ഈ സഞ്ചാരമുള്ളത് കൊണ്ടാണ്, വാട്ടർ സൈക്കിൾ ഉള്ളത് കൊണ്ടാണ്, കാർബണിൻ്റെ സഞ്ചാരമുള്ളത് കൊണ്ടാണ്, കാർബൺ സൈക്കിൾ ഉള്ളത് കൊണ്ടാണ്, നൈട്രജൻ്റെ സഞ്ചാരമുള്ളത് കൊണ്ടാണ്, നൈട്രജൻ സൈക്കിൾ ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്. ഇനി അടുത്ത ഭാഗമാണ് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ച് പോകാം. വാട്ടർ കൺസർവേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് സമാധാന സബ്ജക്റ്റിലെത്താം. രാമായണത്തെ 4 വരിയിൽ പറഞ്ഞ് ഈ അരമണിക്കൂറിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ ചുരുക്കി പോകും. കാരണം ഇത് ആഘോഷത്തിൻ്റെ ദിവസമാണെന്ന്. ഈ ഉത്സവ പരിപാടികളൊക്കെ നടത്തി, ഞാൻ 20,000 സ്റ്റേജിൻ്റെ കാര്യം കൂടെ പറഞ്ഞല്ലോ, സംസാരം നടത്തിയത്. ഈ ഉത്സവം നടത്തുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പ്രഭാഷണങ്ങൾ വയ്ക്കും. ഉത്സവത്തിനാണ് പ്രാധാന്യം, ചെറിയൊരു പ്രഭാഷണം വയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ന് ആഘോഷത്തിനാണ് പ്രാധാന്യം. അതിനിടയ്ക്ക് ഒരു അരമണിക്കൂർ പ്രഭാഷണം ദിവസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കാൻ വെച്ചു എന്നുള്ളതാണ്. അല്ലാതെ വിശദമായി ഈ വിഷയം നമ്മളിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടൊന്ന് എത്ര ദിവസം സംസാരിച്ചാലും തീരാത്ത മനോഹരമായ വിഷയമാണ് വെള്ളവും പരിസ്ഥിതിയുമൊക്കെ. എത്ര മനോഹരമാണ്. നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാൻ ഇവിടെ മരങ്ങളുണ്ടെന്നും, മരങ്ങൾ പുറത്തുവിടുന്ന ഓക്സിജൻ എടുക്കാൻ നമ്മളുണ്ടെന്നും പറയുമ്പോൾ ഹരിത സാഹോദര്യത്തിൻ്റെ, ഗ്രീൻ ബ്രദർഹുഡിൻ്റെ പുതിയ ചാപ്റ്റർ ഉണ്ടാവുകയാണ്. ഒരു ദിവസം ഒരാൾ 2100 രൂപയുടെ ഓക്സിജൻ സൗജന്യമായി ഭൂമിയിൽ നിന്ന് എടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഹേ മനുഷ്യ, നീ എന്തിനു മരം വയ്ക്കുന്നു, എന്തിന് നീ മരം മുറിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വികസനം വേണ്ടേ? ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ വെള്ളത്തെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വാട്ടർ കൺസർവേഷൻ 4 വരിയിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും. രാമായണത്തെക്കുറിച്ച് 4 വരിയിൽ പറയാൻ പറഞ്ഞാൽ, ജനകൻ്റെ മകളൊരു സീതപ്പെണ്ണ്, അവൾക്കല്ലോ രാമൻ പുടവ കൊടുത്തു, അവളെയല്ലോ രാവണൻ കട്ടോണ്ട് പോയി, അതിനല്ലോ രാമൻ ലങ്ക ചുട്ടു. 4 വരിയിൽ പറയാം രാമായണം എന്ന് പറയുന്ന പോലെ വെള്ളത്തെക്കുറിച്ച് 4 വരിയിൽ പറയാൻ പറഞ്ഞാൽ വാട്ടർ കൺസർവേഷൻ ഞാൻ 4 വരിയിൽ പറയാം. അങ്ങനെ തീരും ആ കൺസർവേഷൻ പരിപാടി. സർഫസ് റൺ ഓഫ് വളരെ കൂടുതലാണ്. സയൻറ്റിഫിക്കായി നോക്കുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഗ്രൗണ്ടിലേക്ക് പോകുന്നതിൻ്റെ അളവ് കുറവാണ്. പല കാരണങ്ങളാൽ ഭൂവിനിയോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കെട്ടിട നിർമ്മാണ രീതികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ലോപ്പി ആയിട്ടുള്ള, കേരളം എടുക്കുകയാണെങ്കിൽ സ്ലോപ്പി ആയിട്ടുള്ള ലാൻഡാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 42 മുതൽ 72 മണിക്കൂറിനുള്ളിൽ കടലിലേക്ക് വെള്ളം പോകുന്ന ഒരു ഭൂമിശാസ്ത്ര പ്രദേശമാണ് ഇവിടെ. 3 മീറ്ററേ ഭൂമിയിൽ സോയിലിൻ്റെ ഡെപ്ത് 3 മീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് അറ്റ് എ ടൈം ഒരുപാട് വെള്ളം എടുത്ത് വെക്കാൻ സോയിലിന് കഴിയത്തില്ല. അത് ഫ്ലഡായി തന്നെ മാറിയേ തീരൂ. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രത്തിലാണ് നമ്മൾ ജനിച്ചത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മരുഭൂമിയായി പോകണമായിരുന്നു. 8 ഡിഗ്രി അക്ഷാംശത്തിൽ കിടക്കുന്ന ഇവിടെ മരുഭൂമിയായി പോകണമായിരുന്നു. അങ്ങനെ ആകാത്തത് ഒരു വശത്ത് കടലും ഒരു വശത്ത് പശ്ചിമഘട്ട മലനിരകളും ഉള്ളതാണ്. ഇവിടെ ഓറോഗ്രാഫിക് റെയിൻഫാളാണ് പെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പർവ്വതജന്യമായ മഴയാണ്. എൻ്റെ അഭിപ്രായമല്ല, കൂപ്പൺസ് ക്ലാസിഫിക്കേഷൻ, കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ. അങ്ങനെ വെള്ളം നീരാവി മേൽപോട്ട് പോയി കുറച്ച് ദൂരം മുകളിലോട്ട് പോയി തിരിച്ച് സഞ്ചരിച്ച് തിരശ്ചീനമായി പോകുമ്പോൾ ഇവിടെ മലനിരകൾ ഉള്ളത് കൂടി കൊണ്ടാണ് ഈ ഭാഗത്ത് ഇത്രയും മഴ പെയ്തതും അങ്ങനെ 44 നദി ഉണ്ടായതും ചരിഞ്ഞ ഭൂമിയൊക്കെ ആയതുകൊണ്ടാണ് കേരളത്തിൽ വെള്ളം ഓടുന്ന സ്വഭാവക്കാരനാണ്, ചലിക്കുന്നവനാണ്, ഓടുന്നവനെ എന്ത് ചെയ്യണം? പിടിച്ചു നിർത്തിയാൽ പറ്റത്തില്ല. സുനാമി ഉണ്ടാക്കും, ഉരുൾപൊട്ടലുണ്ടാക്കും.
ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങൾ പിടിച്ചു നിർത്തിയാൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കൊതുക് വളർന്ന് ഒരുപാട് ഇഷ്യൂ ഉള്ള ആളാണ് അവൻ. അപ്പോൾ ഓടുന്നവൻ എന്ത് ചെയ്യണം? ഒന്ന് പറയുന്നേ, നിങ്ങളെന്താ ബലമൊക്കെ പിടിച്ചിരിക്കുന്നത്? നമ്മൾ വൈകുന്നേരമല്ലേ. ഓടുന്നവനെ പിടിച്ചു നിർത്തിയാൽ പറ്റത്തില്ല, അവൻ ബഹളം ഉണ്ടാക്കും. പിടിച്ചു വെച്ചാൽ 16 ലിറ്റർ വെള്ളം അറ്റ് എ ടൈം കുടിച്ചാൽ ചത്തുപോവും, അപ്പം മരിച്ചു പോവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഓടുന്നവനെ എന്ത് ചെയ്യണം? നടന്നു പോകാൻ പറയണം. ബാക്കി നിങ്ങൾ പറയണം. അപ്പം നടക്കുന്നവനെ നിൽക്കാൻ പറയണം. അപ്പം നിൽക്കുന്നവനെ ഇരിക്കാൻ പറയണം. അപ്പം ഇരിക്കുന്നവനെ ഇപ്പം വാട്ടർ കൺസർവേഷൻ കഴിയും. ഈ 4 സെൻറ്റൻസ് കൊണ്ട് കഴിയും. ഓടുന്നവനെ നടത്തുക, നടന്നവനെ ഇരിക്കുക. എന്താണ്, എവിടെയാണ് ഇത്? നടക്കുന്നവനെ നിൽക്കാൻ പറയുക, നിൽക്കുന്നവനെ ഇരിക്കുന്നവനെ, കിടക്കുന്നവനെ. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല. നിങ്ങൾ ചിരിച്ചൊരു ലൂസായിട്ട് കാണരുത്. ഇത് എവിടെ നിന്ന് എടുത്തതെന്ന് ഞാൻ പറയൂ. ഇപ്പോൾ അപ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. ഞാൻ കണ്ടുപിടിച്ചതല്ല. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് കണ്ടുപിടിച്ചതോ ഒരു തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയുന്ന ക്ലാസിൻ്റെ രസത്തിന് വേണ്ടി പറഞ്ഞതല്ല. അഥർവവേദത്തിൽ പറഞ്ഞതാണ്. ഞാനാണ് ഈ പുസ്തകത്തിൽ ഇതിൻ്റെ 16 പുസ്തകം പറഞ്ഞ് 2 പുസ്തകം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവൻ പേര് വാങ്ങണം, അല്ലെങ്കിൽ ബാക്കി സുനിൽ സാറിന് കൊടുത്തിട്ട് പോകും. എൻ്റെ പൈസയ്ക്ക് ഫ്രീ ഇല്ല. കുറച്ച് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ മുഴുവൻ പേര് വാങ്ങണം. ഞാൻ പറയുന്ന മുഴുവൻ കഥയും ആ ബുക്കിലുണ്ട്. മനോഹരമായിട്ടുണ്ട്. വെള്ളം നമ്മളോട് സംസാരിക്കുന്നതാണ് ആദ്യത്തെ ചാപ്റ്റർ. എത്ര മനോഹരമാണ് വെള്ളം നമ്മളോട് സംസാരിക്കുന്നത്. എല്ലാവരും ബുക്ക് മേടിക്കണം, ബാക്കിയുള്ള സാറിന് കൊടുത്തിട്ട് പോകും. രണ്ടാമത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാണ് കച്ചവടം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഓടുന്ന വെള്ളത്തെ നടത്തും. ഇത് വേദത്തിൽ പറയുന്നതാണ്. ഞാനിതൊരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായ ശാസ്ത്രജ്ഞന്മാർ എന്നെ കളിയാക്കി. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പോയി ഇത് എവിടെയെങ്കിലും ഉണ്ടോ, ആർക്കെങ്കിലും പേറ്റന്റ് അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ അത് വേദത്തിൽ പോയി. സംസ്കൃതത്തിൽ കിടക്കുന്നു, ഇങ്ങനെ തന്നെ കിടക്കുന്നു. റണ്ണിങ് വാട്ടറിനെ വാക്കിംഗ് സ്റ്റേജ് ആക്കുക, വാക്കിംഗ് സ്റ്റേജിനാവുന്നവനെ സിറ്റിംഗ് സ്റ്റേജിലാക്കുക, സിറ്റിംഗ് സ്റ്റേജിനാവുന്നവനെ ഉറക്കുന്ന സ്റ്റേജിലാക്കുക. അത് ഭൂഗർഭത്തിലേക്ക് പോട്ടെ. ഇന്നലെ പെയ്യുന്ന മഴകളിലെ വെള്ളം ഭൂമിയിലേക്ക് പോകുന്നതാണ് ഇന്നിൻ്റെ നദിയുടെ മിനിമം ഫ്ലോ. ഇന്നലെ പെയ്ത മഴകളെ സംരക്ഷിക്കുന്നതാണ് നാളത്തെ എൻ്റെ കിണറ്റിലെ വെള്ളം. മഴക്കാലം ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കാലമാണ്. കുറച്ച് പേർക്ക് സങ്കടം, കുറച്ച് പേർക്ക് സന്തോഷം. കൃഷിക്കാരന് സന്തോഷം, കല്യാണം നടത്തുന്നവർക്ക് സങ്കടം. രണ്ടുപേരും ഒരു ദൈവത്തിനോട് ചെന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എൻ്റെ മകളുടെ കല്യാണം ഒരാഴ്ച മഴ പെയ്യരുതേ. അപ്പോൾ ചേട്ടൻ കർഷകൻ നിന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാം വിതച്ചിരിക്കണം, ഉടനെ മഴ പെയ്യണേ. ദൈവം പോലും തെറ്റിപ്പോകുന്ന അവസ്ഥയാണ്. മനുഷ്യൻ്റെ ചിന്തകൾ വളരെ രസകരമാണ്. അപ്പോൾ ഇങ്ങനെയാണ് വെള്ളത്തിൻ്റെ കഥ. അങ്ങനെ ഓടിപ്പോകുന്നതിനെ നടത്താനും നിർത്താനും ഒക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. മഴ കുഴിയെടുക്കുക, കല്ല് കയൽ, അത് നമുക്കറിയാം. പ്രശ്നമുള്ള കാര്യമല്ല. റെയിൻ പിറ്റ് എടുക്കുക, പിന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യുക, വീട് മുറ്റം സിമൻറ്റ് ഇടാതിരിക്കുക, കുറച്ചെങ്കിലും സിമൻറ്റ് ഇടാതിരിക്കുക, കുറച്ച് ഗ്രൗണ്ട് വാട്ടർ ഗാലറി ഉണ്ടാക്കുക, റെയിൻ പിറ്റ്, ഇങ്ങനെ കുറേ ആക്ടിവിറ്റി ചെയ്യുക. അങ്ങനെ വെള്ളത്തെ കൺസർവ് ചെയ്യുന്ന കഥ അങ്ങനെ നിൽക്കട്ടെ. അതിനകത്ത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വരും. 1000 ചതുരശ്രടി വിസ്തീർണ്ണമുള്ള പുരപ്പുറത്ത് 3 ലക്ഷം മുതൽ 5 ലക്ഷം ലിറ്റർ വരെ മഴവെള്ളം പെയ്ത് വിടും. 2004 ഞാൻ ഡയറക്ടറായപ്പോൾ എഴുതിയ നിയമമാണ്. 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആരെങ്കിലും വീട് വെക്കുകയാണെങ്കിൽ മഴവെള്ളം സംഭരിക്കണം. ശങ്കർ സാർ ഇവിടെയുണ്ട്, വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. നന്നായി സുഭാഷ്. അത് കഴിഞ്ഞ് ആളുകൾ സമ്മർദ്ദപ്പെടുത്തിയപ്പോൾ അത് 2000 സ്ക്വയർ ഫീറ്റിലേക്ക് മാറി. ആളുകളുടെ സമ്മർദ്ദം വന്നപ്പോൾ ഇപ്പോൾ PSCക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല ചോദ്യം, പ്ലാനിലുണ്ട് വീട്ടിലില്ല. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്ലാനിലുണ്ട് വീട്ടിലില്ല. എൻ്റെ വീട്ടിൽ ഡയറക്ടറായിട്ടുള്ള എൻ്റെ വീട്ടിലേക്ക് വീട് വെച്ചപ്പോൾ ശങ്കർ സാറാണ് എനിക്ക് വീട് വെച്ചത്. ഞാൻ കോർപ്പറേഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലേ? റെക്കോർഡ് ചെയ്യുന്നില്ലേ, ചെയ്യാനാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് ഞാൻ. കോർപ്പറേഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് അവിടുത്തെ എഞ്ചിനീയർ പറഞ്ഞത്, സാർ കുഴപ്പമില്ല, ഞാൻ ആരെന്നൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞില്ല, വീട് വെച്ചോളൂ, വെച്ചെങ്കിൽ മഴവെള്ളം സംഭരിക്കാൻ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ശരി, സമ്മതിച്ചു. എവിടെയാണിത് വയ്ക്കുക, എനിക്ക് എവിടെയെങ്കിലും വെച്ചതൊന്ന് കാണിച്ചു തരാമോ, ഇത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ? എല്ലായിടത്തും വെച്ചിട്ടുണ്ട്, ഭൂമിക്കടിയിലായതുകൊണ്ട് താങ്കൾക്ക് കാണാൻ പറ്റില്ല. ഇത്ര മനോഹരമാണ് ഉത്തരം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഭൂമിക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്, ആർക്ക് വന്ന് വേണോ കാണാം. ഞാൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു 3 സെൻറ്റുകാരൻ എങ്ങനെയാണ് സാർ മഴവെള്ളം സംരക്ഷിക്കുക, സ്ഥലം എവിടെ? മലയാളിക്ക് ഒരുപാട് ന്യായങ്ങളുണ്ട്. 1 ഏക്കർകാരനാണ് ഇത് സെമിനാറിൽ നിന്ന് ചോദിക്കുന്നത് 3 സെൻറ്റുകാരൻ എങ്ങനെ വയ്ക്കുമെന്ന്. അയാൾക്ക് 1 ഏക്കർ വസ്തു കൊണ്ട് ചോദിച്ചപ്പോൾ. അങ്ങനെ കാർ ഷെഡിൻ്റെ അടിയിൽ മഴവെള്ളം സംഭരിച്ചു, തിരുവനന്തപുരത്ത് പൂന്തോട്ടത്തിനടിയിൽ മഴവെള്ളം സംഭരിച്ചു. മനോഹരമായ ഒരുപാട് രീതിയിൽ മഴവെള്ള സംഭരണത്തിന് മാതൃകകളുണ്ട്. ഞാൻ ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കുന്നു. മഴവെള്ള സംഭരണം വലിയ സാധ്യതയാണ്. അസറ്റ് ഹോമൊക്കെ അതിലേക്ക് പോകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. വലിയ സാധ്യതയാണ് മഴവെള്ള സംഭരണം, അത് നമുക്ക് ആലോചിക്കണം. അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും വാട്ടർ കൺസർവേഷനും അങ്ങനെ പോട്ടെ. അടുത്ത കഥയാണ് നല്ല രസകരമായ കാര്യം. വളരെ വേനൽക്കാലത്ത് എന്താ ചെയ്യേണ്ടത്? ഇവിടെ സാറ് ബാത്റൂമിൽ നിന്ന് പോകുന്ന വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ 5 ലക്ഷം ബില്യൺ, എന്താ സാർ 5 ലക്ഷം ബില്യൺ എന്നാണ് പറഞ്ഞത് സാർ എന്ന് പറഞ്ഞു. ഞാനൊരു സിമ്പിൾ കണക്ക് പറയട്ടെ. 1 സെക്കൻഡിൽ ഒരു തുള്ളി വെള്ളം പോയാൽ എത്ര വെള്ളം പോകും? 1 സെക്കൻഡിൽ പെർ സെക്കൻഡിൽ ഒരു തുള്ളി, ഒരു ഡ്രോപ്പ്, സിംഗിൾ ഡ്രോപ്പ് പോയാൽ
125 ലിറ്റർ വെള്ളം പോകും ഒരു ദിവസം. ഒരു പ്രാവശ്യം ബാത്റൂമിൽ ഫ്ലഷ് ചെയ്യുമ്പോൾ 20 ലിറ്റർ വെള്ളം, ഇപ്പോൾ അത് 12 ലിറ്ററായി കുറച്ചിട്ടുണ്ട്. ഡബിൾ സിസ്റ്റമൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഡ്യുവൽ സിസ്റ്റമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഒരു 10-12 ലിറ്റർ വെള്ളം അറ്റ് എ ടൈമിൽ പോകും. 24 രൂപ കൊടുത്ത് വാട്ടർ അതോറിറ്റി ശുദ്ധീകരിച്ച് തരുന്ന വെള്ളം 14 രൂപയ്ക്ക് വീട്ടിലെത്തുമ്പോൾ തിരുവനന്തപുരത്തുകാരും നമ്മളെല്ലാവരും ഇതിനു വേണ്ടി വെള്ളം ഉപയോഗിക്കുമ്പോൾ സാർ പറഞ്ഞ പോലെ ടൺ കണക്കിന് ലിറ്റർ കണക്കിന് വെള്ളമാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിസിപ്ലിൻഡ് വാട്ടർ യൂസേജ് എങ്ങനെ കൊണ്ടുവരാം, നമ്മൾ ആലോചിക്കേണ്ട അടുത്ത വിഷയം. വേനൽക്കാലത്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. നമ്മുടെ വീട്ടിലെ മുഴുവൻ സ്ഥലങ്ങളിലും ക്യാമ്പസുകളിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വാട്ടർ സന്ദേശം എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് കൊണ്ടുവരാം. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നോടൊന്ന് സഹായിക്കുക. ആരെങ്കിലും എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ആൻസർ പറയുക, ആരാണ് പറയാൻ പോകുന്നത് കൈ ഉയർത്തിൽ അയാളോട് ചോദിക്കാം. ആരെങ്കിലും ഒരാൾ പ്ലീസ്. ഒരു കുസൃതി ചോദ്യമാണ്, ഞാൻ എല്ലായിടത്തും ചോദിച്ചു പോകുന്നൊരു ചോദ്യമാണ്. ആരെങ്കിലും ഒരാളൊന്ന് കൈ ഉയർത്താവോ പ്ലീസ്. ആ മാഡം, പിന്നീട് എന്നെ ഒന്നും പറയരുത്. മാഡം മാരേജുകൾക്ക് പോകാറുണ്ടോ? മാരേജ് ഫംഗ്ഷനൊക്കെ പോകാറുണ്ടോ? മിക്കവാറും വിളിക്കേണ്ടതൊക്കെ പോകുമല്ലോ. അത് കണ്ടാൽ തന്നെ അറിയാം ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളാണ്. അതല്ല എൻ്റെ വിഷയം. എല്ലാ ഫംഗ്ഷനും കൈ കഴുകാറുണ്ടോ? ഭക്ഷണത്തിന് മുമ്പേ എല്ലായിടത്തും. ചിലപ്പം സാറിന് വേണമെങ്കിൽ പൈപ്പുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ കഴുകാം. എന്തേ കഴുകാത്ത എല്ലായിടത്തും? എന്ത് ചെയ്യുന്നു മാഡം? അല്ല മാഡം എന്ത് ചെയ്യുന്നു? മാഡം എന്ത് ചെയ്തു? അസറ്റിൽ വർക്ക് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? വാട്ട് ഈസ് യുവർ ജോബ്? ആ, എവിടെ നിന്ന് റിട്ടയർ ചെയ്തു? ബാങ്കിൽ നിന്ന്. അതിന് ഞാൻ വെറുതെ വിടുന്നു. സ്കൂളിൽ നിന്നാണെങ്കിലോ കോളേജിൽ നിന്നാണെങ്കിൽ ഇപ്പം ബഹളം ഉണ്ടാക്കും. മഹാഭൂരിപക്ഷവും കൈ കഴുകാറില്ല. മഹാഭൂരിപക്ഷവും കൈ കഴുകാറില്ല. ഞാൻ കൈ കഴുകാൻ വേണ്ടിയിട്ടുള്ള കഥ പറഞ്ഞതല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. കൈ കഴുകാത്തിടത്തുനിന്ന് തുടങ്ങി, പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നിടത്ത് തുടങ്ങി, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നിടത്ത് തുടങ്ങി, എല്ലാ പുഴകളെയും നശിപ്പിക്കുന്നിടത്തും തുടങ്ങി, സകലതും വലിച്ചെറിയുന്നൊരു സംസ്കാരത്തിലേക്ക് മാനവൻ മാറുന്നു. മലയാളി വല്ലാതെ മാറുന്നു. എല്ലാ പുഴകളിലുമാണ് മലയാളി കുളിച്ചിരുന്നത്. ഇവിടെ കിണറൊന്നുമില്ലായിരുന്നു. വീട്ടിൽ 2 കുളമുണ്ടായിരുന്നു. ഒരു കുളത്തിൽ കുളിക്കാം, ഒരു കുളത്തിൽ കുടിക്കാം. എല്ലാ കുളങ്ങളും നമ്മൾ നശിപ്പിച്ചു, മലിനപ്പെടുത്തി. കുറേ നമ്മൾ കയ്യേറി, എല്ലാ കായലുകളും കയ്യേറി. ഇനി വേറെയും ഒരു പ്രശ്നമുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഇത്രയും പുരോഗമിച്ചിട്ടും നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്ത് ശങ്കർ സാർ പറഞ്ഞ പോലെ ഇനി അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു. നമ്മുടെ നാട്ടിൽ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒന്നിച്ചു പോയി കുളിച്ചിരുന്നു ആറ്റിൽ, നാട്ടിൻ പുറത്തൊക്കെ. ഇന്ന് അതിനുള്ള ധൈര്യം പോലും ആർക്കില്ല. പെൺകുട്ടികൾക്കും ഇല്ല, അവരുടെ വീട്ടുകാർക്കും ഇല്ല. മൊബൈൽ ഫോണൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ട് അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ വരും കുളി. വളരെ മോശമാണ്. വീട്ടിൽ പച്ചക്കറി ഉണ്ടാകുമ്പോൾ അപ്പുറത്ത് പച്ചക്കറി കൊടുത്തിരുന്നു. വീട്ടിൽ പാലുണ്ടാകുമ്പോൾ അപ്പുറത്ത് സ്നേഹം കൊണ്ട് പാല് കൊടുത്തിരുന്നു. പഴമുണ്ടാകുമ്പോൾ പഴം അപ്പുറത്ത് കൊടുത്തിരുന്നു അയൽവക്കത്ത് വീട്ടിൽ. എന്നാൽ പിന്നെ ഇന്ന് കുറച്ച് റബ്ബർ ഉണ്ടായി, കൂടുതൽ പാലുണ്ടായി. ആരെങ്കിലും റബ്ബർ പാൽ കൊടുക്കുമോ അപ്പുറത്ത്? കൊടുക്കില്ലല്ലോ. ഭക്ഷ്യവിള പോയി. നാണ്യവിള വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു രീതി. ഇത് ഏത് വേണമെന്നൊന്നും തർക്കം. ഞാൻ ഒന്നിൻ്റെയും ബലം പിടിക്കുന്ന ആളല്ല. പരിസ്ഥിതി വേണോ, വികസനം, അങ്ങനെ ഞാൻ അടുത്ത ഭാഗത്ത് വരാം. അങ്ങനെ ബലം പിടിക്കുന്ന ആളൊന്നുമല്ല. രണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. മിതവാദിയാണ് ഞാൻ, തീവ്രവാദിയല്ല. പരിസ്ഥിതി തീവ്രവാദിയൊന്നുമല്ല, വികസന തീവ്രവാദിയുമല്ല. അപ്പോൾ ഇത് നമ്മൾ വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വീട്ടിൽ വെള്ളമില്ലാതെ വരുമ്പോൾ ദൂരെ പോയി വെള്ളമെടുക്കുന്ന സ്ത്രീകളാണ്. വീട്ടിൽ പോഷകാഹാരം കുറയുമ്പോൾ കിട്ടാതിരിക്കുന്ന സ്ത്രീകൾക്കാണ്. അപ്പോൾ എന്നോട് പലരും പറയണം അങ്ങനെയല്ല. ഞാൻ ഇതിനകത്ത് റിസർച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ MSW കുട്ടികളെ കൊണ്ട് ഞാൻ റിസർച്ച് ചെയ്യിച്ചിട്ടുണ്ട്. എത്ര സമ്പന്ന കുടുംബത്തിലാണെങ്കിലും ഒരു വസ്തുവിനൊരു ദാരിദ്ര്യം വന്നാൽ, അത് പഞ്ചസാരയാകട്ടെ മുട്ട എന്തോ ആയിക്കോട്ടെ, അത് ദാരിദ്ര്യം വന്നാൽ അത് ഈക്വലായിട്ടല്ല ആ വിഷയം ഷെയർ ചെയ്യപ്പെടുന്നത്. അല്ല, ഇനി വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ലോകത്ത് വനിതകളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ജലജീവ മിഷനിലൊക്കെ വനിതകളെയൊക്കെ ബന്ധിപ്പിക്കണമെന്ന് ഗവൺമെൻറ്റൊക്കെ പറയുന്നത്. സ്വന്തമായി എട്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട കുട്ടിക്ക് സ്വന്തമായി പോയി സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. കാരണം അമ്മയോടൊപ്പം വെള്ളമെടുക്കാൻ പോകണം. സ്കൂളിൽ പോകാൻ ചേരാൻ കഴിയുന്നില്ല. 8ാമത്തെ വയസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തപ്പോൾ കുട്ടി ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. 4 വർഷത്തിലൊരിക്കൽ മഴ പെയ്യുന്ന കാണുമ്പോൾ എന്തോ ആ മാനത്തുനിന്ന് വീണു എന്ന് പറഞ്ഞ് 4 വർഷത്തിലൊരിക്കൽ മഴ പെയ്യുന്ന കാണുമ്പോൾ കുട്ടി ബോധം കെട്ട് വീഴുകയാണ്. ഈ രാജ്യത്ത് തന്നെ അവിടെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന 44 നദിയുള്ള 3000 മില്ലിമീറ്റർ വർഷത്തിൽ മഴ കിട്ടുന്ന ഈ മലയാള നാട്ടിൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ പ്രളയത്തിൻ്റെ കാലം, വെള്ളപ്പൊക്കത്തിൻ്റെ കാലം. വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ടാങ്കർ ലോറിയുടെ കാലം. മലയാളിയുടെ വാട്ടർ എക്കോണമി എന്താണെന്ന് ചോദിച്ചാൽ വേനൽക്കാലത്ത് ടാങ്കർ ലോറി, മഴക്കാലത്ത് പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകൾ. ഇതെന്തുകൊണ്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നില്ല? വളരെ ഗൗരവമായ അടുത്ത ചോദ്യം. അപ്പോൾ വാട്ടർ കൺസർവേഷൻ്റെയും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വാട്ടർ യൂസേജിൻ്റെയും കഥകൾ നമ്മൾ പഠിച്ചേ പറ്റൂ, പ്രചരിപ്പിച്ചേ കഴിയൂ. ഇനി അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തെന്നാൽ
1712 കണ്ടുപിടിച്ച ആവിയന്ത്രം കണ്ടുപിടിച്ച അന്ന് മുതൽ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് കാർബൺ പുറത്തുവിടുന്നു. പിന്നെ ഗ്രീൻ ഹൗസ് എഫക്ട് കണ്ടുപിടിച്ചു. ഞാൻ ദീർഘമായി പോകുന്നില്ല, മറ്റൊരവസരമാകാം. അങ്ങനെ പോയപ്പോൾ കാലാവസ്ഥ എല്ലാ കാലവും മാറും. ശിശിരവും വസന്തവും പിന്നെ ഗ്രീഷ്മവും ഹേമന്തവും എല്ലാം വേനൽക്കാലവും മഴക്കാലവും എല്ലാം ഭൂമി ഉള്ളിടത്തോളം കാലമുണ്ട്. കാര്യം ഭൂമിക്ക് ചലനമുണ്ടെങ്കിൽ ഇതുണ്ട്, സൂര്യന് ചലനമുണ്ടെങ്കിൽ ഇതുണ്ട്, വെള്ളത്തിന് സഞ്ചാരമുണ്ടെങ്കിൽ വായുവിന് സഞ്ചാരമുണ്ടെങ്കിൽ ഇതുണ്ട്. പക്ഷേ അതിനൊരു നിയതമായ രൂപമുണ്ടായിരുന്നു, ഭാവമുണ്ടായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ അത് മാറി. ആന്ത്രോപ്പോജനിക്കായിട്ടുള്ള മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടുകൂടി ഭൂമിക്ക് ചൂട് കൂടുന്നു, കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു. ഞാൻ ദീർഘമായി പോകുന്നില്ല. എവിടെ മഴ പെയ്യുമെന്നറിയില്ല, എപ്പോൾ പെയ്യുമെന്നറിയില്ല, എങ്ങനെ പെയ്യുമെന്നറിയില്ല. മഴയുടെ സ്ഥലകാല ഭേദത്തിൽ വലിയ വ്യത്യാസമുണ്ടാകുന്നു, വളരെ വലിയ വ്യത്യാസമുണ്ടാകുന്നു. മഴ പെയ്തുകൂടാത്തിടത്ത് മഴ പെയ്യുന്നു, മഴ പെയ്യേണ്ടടുത്ത് അങ്ങനെ വലിയ പ്രശ്നമുണ്ടാകുന്നു. ഇപ്പം സ്ഥലകാല പ്രശ്നങ്ങൾ മഴയുടെ കാര്യത്തിലുണ്ടാകുന്നു. കാലാവസ്ഥ ഇങ്ങനെ മാറുന്നു, ഭൂമിക്ക് വല്ലാതെ ചൂട് കൂടുന്നു. മനുഷ്യൻ്റെ പ്രവൃത്തികളും അതിന് ഭാഗമാണ് എന്ന് കണ്ടുപിടിക്കുന്നു ശാസ്ത്രം. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ അവസാന ഭാഗത്തേക്ക് പോകാം. എന്താണ് അവസാന ഭാഗം? ഒരാളൊരു ജീൻസ് ഇടുകയാണെങ്കിൽ, ഇവിടെ ആരെങ്കിലും ജീൻസ് ഇട്ടവരുണ്ടോ? ആരും ജീൻസ് അല്ലല്ലോ, സാധാ പാൻ്റ് ആയിട്ടിരിക്കുന്നു. ജീൻസ് ഷർട്ടോ പാൻറ്റോ ആരെങ്കിലും ഇട്ടോ? ബാക്കിൽ ഉണ്ട്, ഏറ്റവും ബാക്കിൽ പോയിരിക്കുകയാണല്ലേ. ഒരാളൊരു ജീൻസ് ഇടുമ്പോൾ 14 ലിറ്റർ വെള്ളമാണ് ഭൂമിക്ക് ഇല്ലാതാവുന്നത്. ട്രൂ. ഒരാൾ 1 കിലോ ബീഫ് കഴിക്കുമ്പോൾ 46 ലിറ്റർ വെള്ളമാണ് ഇല്ലാതാകുന്നത്, 45,000 ലിറ്റർ വെള്ളം. 1 കിലോ അരി ഉൽപ്പാദിക്കുമ്പോൾ 3000 ലിറ്റർ വെള്ളമാണ് ഇല്ലാതാവുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ശരത് പവാർ, ഞാനിത് പറഞ്ഞപ്പോൾ ചിരിച്ചു. ശങ്കർ സാർ ചിരിക്കരുത്. IMFൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും പുതിയ നയം വരുന്നുണ്ട്. മലയാളി ഇവിടെയൊന്നുമല്ല, മലയാളി പൊത്തിലിരിക്കുകയാണ് ആമയെ. പുതിയ നയം വരുന്നുണ്ട്. എന്താ പുതിയ നയം? വിർച്വൽ വാട്ടർ ട്രേഡ്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് വിർച്വൽ വാട്ടർ എന്നാണ് കൺസെപ്റ്റിൻ്റെ പേര്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ, മൊബൈൽ ഉണ്ടാക്കാൻ, ഒരു കെട്ടിടം വയ്ക്കാൻ, എന്ത് ചെയ്താലും ഷർട്ട് ഏത് വസ്തു ഉണ്ടാക്കുന്നതിനും എത്ര വെള്ളം വേണമെന്ന് കണക്കൂട്ടിയെടുക്കാം. അതിൻ്റെ വാട്ടർ കാൽക്കുലേറ്റർ ഉണ്ട്. സാധാ കാൽക്കുലേറ്റർ അല്ല, വാട്ടർ കാൽക്കുലേറ്റർ. അതിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റിന് എത്ര വെള്ളം വേണമെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ IMFും വേൾഡ് ബാങ്കും പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ കുറേശ്ശെ വരികയാണ് ലോകത്ത്. ഇനി അതനുസരിച്ച് ലോണൊക്കെ കിട്ടുള്ളൂ നമുക്ക്. എന്താ പറയുന്നത്? വിർച്വൽ വാട്ടർ തിയറി അനുസരിച്ച് ലോകം ട്രേഡ് തിയറി ഉണ്ടാക്കണം, ട്രേഡ് ആക്ട് ഉണ്ടാക്കണം. അങ്ങനെയാണ് ഇസ്രായേലി എന്ത് ചെയ്യുന്നത്? ഓറഞ്ച് കൃഷിയിൽ ഒരുപാട് വെള്ളം വരുന്ന ഒരു കൃഷി ആയതുകൊണ്ട് ഓറഞ്ച് കൃഷി അവർ കുറച്ച് കൊണ്ടുവരികയാണ്. ഇന്ത്യയിൽ ശരത് പവാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞു, ഇനി നെൽകൃഷി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഇന്ത്യയിൽ നെൽകൃഷി ചെയ്യരുത്. കാരണം 1 കിലോ അരി ഉൽപ്പാദിക്കുമ്പോൾ 3000 ലിറ്റർ വെള്ളം പാടത്ത് കിടക്കണം. 3000 ലിറ്റർ വെള്ളത്തിന് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് 60,000 രൂപ. 60,000 രൂപയുടെ വെള്ളം കളഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ 36 രൂപയുടെ അരി ഉണ്ടാക്കുന്നത്? വെള്ളമുള്ള നാട്ടിൽ നിന്ന് നിങ്ങൾ അരി ഇറക്കുമതി ചെയ്യൂ. പുതിയ നിയമം വരുന്നു. നിങ്ങൾ എന്തിനാണ് കന്നുകാലി സമ്പത്ത് ഇങ്ങനെ സൂക്ഷിക്കുന്നത്? നിങ്ങൾ കന്നുകാലി സമ്പത്തിന് സൂക്ഷിക്കേണ്ട, അത് ഉള്ള രാജ്യങ്ങൾ സൃഷ്ടിക്കട്ടെ. വെള്ളമില്ലാത്ത നിങ്ങൾ എന്തിനാണ് അത് സൃഷ്ടിക്കുന്നത്? പുതിയ വിർച്വൽ വാട്ടർ തിയറി വരുന്നു, വിർച്വൽ വാട്ടർ കൺസെപ്റ്റ് വരുന്നു. ഇത് പഠിക്കണം നമ്മൾ. ഇത് പഠിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. വീണ്ടും ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു ലോകം, ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു തമിഴ് യുവതിയും ഒരു ബ്രിട്ടീഷ് സായിപ്പും കൂടിയാണ് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചത്. ഇതുവരെ നമ്മൾ പഠിച്ചിരുന്നത് സൂര്യപ്രകാശം പോലെ മഴവെള്ളം വരികയും പോവുകയും ചെയ്യുമെന്നാണ്. അത് റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്, വാട്ടർ സോഴ്സ് എന്നാണ്. അത് പോയി. പീക്ക് വാട്ടർ കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. പീക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അക്വിഫറിൽ നിന്ന് ഗ്രൗണ്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ, ഓവറായി എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗ്രൗണ്ട് വാട്ടർ വരാൻ നൂറ്റാണ്ടുകൾ എടുക്കും, ചിലപ്പോൾ വരികയുമില്ല. ദാറ്റ്സ് എ പോയിന്റ്. പിന്നെ വരികയുമില്ല. 2000 വർഷം വേണം ഭൂഗർഭജലം സ്വാഭാവികം ഉണ്ടാകാൻ. എനിക്ക് 80 വയസ്സാണ് ശരാശരി ആയുസെങ്കിൽ, ഞാൻ 80 ടൺ ഭക്ഷണം കഴിക്കുമെങ്കിൽ, ശരാശരി കഴിക്കുമെങ്കിൽ, ഞാൻ എത്ര തലമുറ എടുത്താലാണ് 1000 വർഷമാകുന്നത്, 2000 വർഷമാകുന്നത്? അത്രയും വർഷം വേണം ഭൂഗർഭജലം അക്വിഫറിൽ ഉണ്ടാവാൻ. അപ്പോൾ ചോദിക്കും, കിണറ്റിൽ വെള്ളം, അത് കിണറ്റിൽ ഉയരുന്നു താഴുന്നു, അത് ഒരു ടെമ്പററി ലെവലാണ്. പക്ഷേ ഒറിജിനൽ ഭൂഗർഭത്തിൽ വെള്ളം ഉണ്ടാകണമെങ്കിൽ 2000 വർഷം വേണം. 1000 വർഷം വേണം 1 ഇഞ്ച് കിണറ്റിൽ മണ്ണുണ്ടാകാൻ. 1 മില്ലിമീറ്റർ മണ്ണ് പോലും മനുഷ്യന് സൃഷ്ടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൃത്രിമമായി പാറ പൊടിച്ചാൽ പാറപ്പൊടി ഉണ്ടാക്കാം, ജൈവാംശമുള്ള മണ്ണുണ്ടാക്കാൻ പറ്റത്തില്ല. മണ്ണിൽ 25% വെള്ളമാണ്, 25% വായു കടക്കണം. അങ്ങനെ ഒരുപാട് കണ്ടീഷൻ ഉള്ളതാണ് മണ്ണ്, അല്ലാതെ മണലല്ല. ഇതൊന്നും നമുക്ക് സൃഷ്ടിക്കാനാവില്ല. ഞാനിവിടെ വന്നപ്പോൾ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഒരു മേഡമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇനി വരാൻ പോകുന്ന ലോകം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ പേരിലാണ് യുദ്ധം നടക്കുക. തർക്കമില്ല. എങ്ങനെ നടക്കും? വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിച്ചെടുക്കാം. ആ ഹൈഡ്രജൻ ഉപയോഗിച്ച് കാറുകളും വാഹനങ്ങളും ഓടാം. അങ്ങനെ വരുമ്പോൾ അതിൽ സ്വകാര്യ മേഖലയും പൊതുമേഖലയും കൂടെ കടം കൂടുമ്പോൾ നിങ്ങൾക്കൊരു കുളമുണ്ടെങ്കിൽ കുളം വാങ്ങാൻ ആൾ വരും. ആ കുളം വാങ്ങി എന്ത് ചെയ്യും? അതിൽ വെള്ളം എടുത്തുകൊണ്ടുപോയി ഹൈഡ്രജൻ ഓക്സിജൻ വേർതിരിച്ച് ഹൈഡ്രജൻ ആർക്ക് കൊടുക്കും? വാഹനത്തിന് കൊടുക്കും. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയാണ് യുദ്ധം നടന്നതെങ്കിൽ, രാജാക്കന്മാരുടെ കാലത്ത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് യുദ്ധം നടന്നതെങ്കിൽ, ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി ആരും യുദ്ധമൊന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാറില്ലല്ലോ.
അത് സാർവത്രികവൽക്കരിക്കും. അതിൻ്റെ കാരണം എന്തെന്ന് ഇവിടെ ചോദിക്കും. ഇതൊരു എലൈറ്റ് ഫംഗ്ഷനായിട്ട് ഞാൻ പറയുന്നില്ല, സ്വകാര്യമായിട്ട് നമ്പർ തരാം, പിന്നെ പറഞ്ഞുതരാം അതിൻ്റെ എന്തുകൊണ്ട് നിന്നു വന്ന് ഭൂമിയിൽ. ഇപ്പം ഇല്ല, ലോകത്തൊരിടത്തുമില്ല. പിന്നെ എന്നയ്ക്ക് കോളാർ ഖനികളിലെ സ്വർണത്തിന് വേണ്ടിയായിരുന്നു ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയതൊക്കെ. അത് കഴിഞ്ഞ് ഇന്ധനത്തിന് വേണ്ടിയായി, പെട്രോളിയത്തിന് വേണ്ടിയായി. 2050 പെട്രോളിയം ലോകത്തില്ലാതാകും എന്ന് പറയുന്നു. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വായിച്ചോണം. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകനോട് ചോദിച്ചു, സാർ തിരുവനന്തപുരത്ത് കുഴപ്പം വല്ലതും വരുമോ? ഞാൻ പറഞ്ഞു വരില്ല, പേടിക്കണ്ട. സെൽഫിഷ് ഒന്നുമല്ല, നീ അന്തം വിട്ട് ചോദിച്ചു പോകണമെന്നേ, ചാവാൻ സമയത്ത് എന്തെങ്കിലും കയറി പിടിക്കണ്ടേന്നേ, എവിടെയെങ്കിലും കയറി ഒന്ന് പിടിക്കണ്ടേന്നേ. ഞാൻ കാർഷിക കോളേജിൽ പോയി ഞാൻ ഈ കളക്ടർമാർ, ആദിവാസികൾ, നക്സലൈറ്റുകൾ, മാവോയിസ്റ്റുകൾ, ജയിലിൽ കിടക്കുന്നവർ എല്ലാവർക്കും ക്ലാസ്, അങ്ങനെയാണ് 20,000 ആയത്. എവിടെയും പോയി ക്ലാസ് എടുക്കും. അപ്പോൾ ഓരോരുത്തർ കോളേജിൽ പോയി സംസാരിച്ചു കൊണ്ടപ്പോൾ എല്ലാവരും പോയി ഇതുപോലെ ഇരുന്ന് മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്, ഫോൺ, എല്ലാവരും ഒരാളിരിക്കുന്നു, ഒരാൾ, ഒരു പയ്യൻ. ഞാൻ അവനെ ഒരുത്തനെങ്കിൽ ഒരുത്തൻ, ഞാൻ പിന്നെ വിടുന്ന ആളല്ലല്ലോ, ഇതല്ലേ ലൈൻ. അങ്ങനെ സംസാരിച്ചു കൊണ്ടപ്പം വേറെ അപ്പച്ചൻ്റെ എന്ന് പറഞ്ഞു, എന്താ മാഷേ കുറേ നേരം ആയാലും നിർത്തുന്നില്ലേ? ഞാൻ പറഞ്ഞു അടുത്ത ടോപ്പിക്ക് എടുത്തതല്ലേ ഉള്ളൂ, ഞാൻ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. നിങ്ങൾ നിർത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ ബോളം കാണിക്കണം? അവന് വീട്ടിൽ പോകണമെന്ന്. ഞാൻ പറഞ്ഞു അവന് പോകാൻ പറയണം, പോക്കൂടെ അവന്, ഇത്രയും പേർക്ക് പോകാൻ അവന് പോക്കൂടെ? അല്ലെന്നേ, അവനാണ് ഈ മൈക്കിൻ്റെ ഓപ്പറേറ്റർ, അവനിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോകണം, അവന് നാളെ പരീക്ഷയാണ്. പള്ളിയിൽ സംസാരിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ എത്ര സമയം സംസാരിക്കാം? സാറിന് എത്ര സമയം വേണം സംസാരിക്കാം? അവനെ കപ്പിയാരോ എന്ന് ചെവി പറഞ്ഞാൽ ഞാൻ കേട്ട് 3/4 മണിക്കൂർ കഴിയുമ്പോൾ മണിയടിക്കുമെന്ന്. മണിയടിച്ചാൽ പിന്നെ എനിക്ക് പ്രസംഗിക്കാമോ? എന്ത് ബോധവൽക്കരണമാണ് മലയാളിക്ക്? ഒരു കാര്യമില്ല. കല്യാണത്തിന് പോയാൽ കൈ കഴുകൂല, കണ്ടക്ട് ഇല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കൂല. വലിയ പ്രശ്നമാണ് നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ, വലിയ പ്രശ്നമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഗ്യാപ്പ് വന്നു. എന്താ ഇതിന് തൊട്ടുമുമ്പ് പറഞ്ഞത്? ജീൻസ് അല്ല, ഇതിന് തൊട്ടുമുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു. കുറച്ച് വെള്ളം തരാമോ? ഞാനങ്ങനെ വെള്ളം കുടിക്കുന്ന ആളല്ല, പക്ഷേ ഇപ്പോൾ എന്നോട് ശരീരം പറയുന്നത് കുടിക്കണമെന്ന്. അത് ഇന്നലെ ഞാൻ രാത്രി 3 മണിക്ക് ഉറക്കം എണീറ്റ് യാത്ര ചെയ്ത് കോട്ടയത്തൊക്കെ പോയി അങ്ങനെ വന്ന് അങ്ങനെ വട്ടായിരിക്കുകയാണ്. ഇത് തരൂ, ഉറങ്ങിയില്ലെങ്കിൽ ചെറിയ പ്രശ്നമുണ്ട്. ശകലം മതി. വെള്ളത്തിൻ്റെ കഥ അതാ, വിർച്വൽ വാട്ടറിൻ്റെ കൺസെപ്റ്റിലാണ് ഞാൻ വന്നത്. ഹൈഡ്രജനെ വേർതിരിച്ചെടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഹൈഡ്രജനെ വേർതിരിച്ചെടുക്കുന്ന കഥ വിജയിച്ച് കഴിഞ്ഞു. ടാറ്റ 10,000 കോടിയാണ് മുടക്കിയിരിക്കുന്നത്. ചൈനയും ജപ്പാനുമാണ് അതിൽ ചാമ്പ്യന്മാർ. അടുത്തത് കടലിലെ വെള്ളം, ഉപ്പുവെള്ളത്തെ നന്നായി ശുദ്ധീകരിക്കാനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ചു. ഇപ്പോൾ ചിലവ് കൂടുതലാണ്, അതും ചിലവ് കുറയും. മൊബൈൽ ഫോണൊക്കെ പോലെ ചിലവ് കുറയും. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ കടലിന് സമീപമുള്ള രാജ്യങ്ങളെ കീഴടക്കാൻ മറ്റുള്ളവർ കോപ്പുകൂട്ടും, വെള്ളമുള്ള രാജ്യങ്ങളെ കീഴടക്കാൻ മറ്റുള്ളവർ കോപ്പുകൂട്ടും. അതുകൊണ്ടാണ് വേൾഡ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ഇനിയുള്ള യുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കും. കോഫി അണ്ണൻ പറഞ്ഞത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇല്ലാതാകുന്നത് വെള്ളത്തിൻ്റെ പേരിലായിരിക്കും. എന്നോട് ചോദിച്ചാൽ കേരളം ഇല്ലാതാകുന്നത് വയനാടായിരിക്കും ആദ്യം ഇല്ലാതാകുന്നത്. വയനാട് കാണൂല ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ, കുട്ടനാട് കാണൂല, എറണാകുളം കാണൂല. അപ്പോഴാണ് ഇതൊക്കെ ഞാനൊരു അത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ കാർഷിക കോളേജിൽ പോയി ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോയ ടീച്ചർ, ഗസ്റ്റായിട്ട് എന്നെ കൊണ്ടുപോയ ടീച്ചർ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനം എനിക്ക് പേയ്മെൻറ്റൊക്കെ തന്നിട്ട് ചോദിച്ചു, സാറേ എത്ര വർഷത്തിനകത്ത് ഇതൊക്കെ വരും? ഞാൻ ചോദിച്ചു മാഡത്തിന് ഇനി എത്ര വർഷം കൊണ്ട് റിട്ടയർ ആവാൻ? 2 വർഷമേ ഉള്ളൂ. ഷീ ഈസ് ഹാപ്പി. മനുഷ്യ അങ്ങനെ ചിന്തിച്ച് കൂട്ടണമെന്നേ. ഇത് എങ്ങോട്ടാണ് പോണേ? നമ്മൾ എന്തിനാ വേഗത? വികസനം വേണ്ടേ? തീർച്ചയായും വേണം. പരിസ്ഥിതി സംരക്ഷിക്കണ്ടേ? തീർച്ചയായും സംരക്ഷിക്കണം. സാങ്കി വിമാനത്താവളം, മരവുമുണ്ട്, വിമാനത്താവളവും, വാട്ടർഫാളുണ്ട്, എല്ലാം ഉണ്ട്. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിക്ക് മരം മുറിക്കുന്നു, 1000 മരങ്ങളാണ് മുറിക്കുന്നത്. ഞാൻ ശങ്കർ സാറിനോട് ചോദിച്ചു, എന്തേ നിങ്ങൾ 10 മീറ്റർ 20 മീറ്റർ നീളം കൂട്ടുമ്പോൾ ഒരു 1/2 മീറ്റർ മരത്തിനൂടെ കൊടുക്കുന്നേ? 20 മീറ്ററിൽ നീളം കൂട്ടുകയല്ലേ വീതി, ഒരു 1/2 മീറ്റർ സൈഡിൽ മരം. കവടിയാർ റോഡ് നമുക്ക് മരം വയ്ക്കാൻ അറിയാം അല്ലേ? കവടിയാർ റോഡിൽ അതിൻ്റെ മുറിക്കാത്ത എന്തേ? കവടിയാർ റോഡിലെ മരം മുറിക്കാത്തന്തേ? ഗവർണർ ബഹളം ഉണ്ടാക്കുമോ? അതുകൊണ്ടാണോ? എന്തേ കവടിയാർ റോഡ് പോലെ MC റോഡിൽ ഈ കട്ട് ചെയ്യുന്ന മരത്തിന് പകരം പ്ലാൻ എവിടെ? ഞാൻ മന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്, മേയർക്ക് കത്തെഴുതിയിട്ടുണ്ട്. മറുപടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഹാർഷായിട്ട് എഴുതും. ഞാൻ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് മനോഹരമായ ഭാഷയിൽ, അതിന് മറുപടി വന്നില്ല. അടുത്ത പണിയുണ്ട്, തുടങ്ങും. ശങ്കർ സാറിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീല മേഡമൊക്കെ ഇവിടെ ഉണ്ട്. എന്തുമാത്രം മരങ്ങളാണ് മുറിച്ചു തള്ളുന്നത്? ആയിക്കോട്ടെ, നിങ്ങൾ മുറിച്ചോളൂ വികസനത്തിൻ്റെ പേരിൽ, പക്ഷെ പകരം പ്ലാൻ ചെയ്യാൻ പരിപാടി ഉണ്ടാവണം. ലോകം മുഴുവൻ അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും വികസനത്തെ പരിസ്ഥിതിയുമായി ബന്ധിപ്പിച്ചും വാട്ടർ ഫ്രണ്ട്ലി വീടുകളുണ്ടാക്കിയും വാട്ടർ ഫ്രണ്ട്ലി ക്യാമ്പസുകളുണ്ടാക്കിയും ഗ്രീൻ ഫ്രണ്ട്ലി ഫ്ലാറ്റുകളുണ്ടാക്കിയും. എന്നോട് ചോദിച്ചാൽ ഫ്ലാറ്റൊക്കെ വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം ഇതിന് പരന്ന് ജീവിക്കാൻ സ്ഥലമില്ല ഭൂമിയിൽ, പ്രത്യേകിച്ച് കേരളത്തിലില്ല. ഇടുങ്ങി തന്നെ ജീവിക്കണം, ബാക്കി ഗ്രീനറി ആക്കണം, ഇടിച്ചു കളയണം. ജയലളിത റെയിൻ വാട്ടർ ഹാർവെസ്റ്റിന് ആദ്യം ഇടിച്ചത് അവരുടെ പൈസ് ഗാർഡൻസിലെ ഫ്ലോറാണ് ആദ്യം ഇടിച്ച് കളഞ്ഞത്.
നമ്മൾ ആദ്യം ഇടിക്കേണ്ടത് സെക്രട്ടേറിയറ്റിനകത്താണ്. സെക്രട്ടേറിയറ്റിൽ ഞാൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഒരു മീറ്റിംഗിൽ IAS അടക്കമുള്ള എല്ലാ സെക്രട്ടറിമാരുള്ള മീറ്റിംഗിൽ എല്ലാവരും IAS കാരാണ് ഉള്ള മീറ്റിംഗിൽ എൻ്റെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ ഒരു IAS കാരൻ എന്നോട് ചോദിച്ചത്, പേരൊന്നും പറയില്ല ഞാൻ, മോശമാണ്, എന്നോട് ചോദിച്ചത് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു സാർ ഇതിൻ്റെ മുകളിലും ചെയ്യാം. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ ബിൽഡിങ്ങിന് ബലമുണ്ടോ? ഏത് സെക്രട്ടേറിയറ്റിൻ്റെ ബിൽഡിങ്ങിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിന് ബലമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ വേറെ ആൾ ചോദിച്ചു ഫെറോ സിമെൻറ്റ്, ഇത്രയും ഫെറോ സിമെൻറ്റ് എവിടെ നിന്നാണ് വാങ്ങുന്നത്? ഫെറോ സിമെൻറ്റ് ടാങ്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫെറോ സിമെൻറ്റിൻ്റെ കമ്മീഷൻകാരനായി. സാധാരണ അയണും സാധാരണ സിമെൻറ്റും സാധാരണ മണലും ചേർക്കുന്ന ഒരു ഫോർമേറ്റാണെന്നേ, ഒരു മോർട്ടലാണത്, ഒരു ഫോർമേറ്റാണ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ്, സാങ്കേതികവിദ്യ. അപ്പോൾ ഇതൊന്നും അറിയാത്തൊരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുക. പക്ഷേ ഇനി അങ്ങനെയൊന്നും ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, നമുക്ക് അങ്ങനെ ഒരു വിവരവും വിജ്ഞാനമൊന്നും സ്കൂളിലോ കോളേജിലോ കിട്ടിയിട്ടില്ല. ഇനി അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി യുദ്ധമുണ്ടാവുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ പേരിൽ സംഭവിക്കാം, ഞാൻ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നു, നമുക്കിനി ജലത്തെ കൂടി പരിരക്ഷിക്കുന്ന ഒരു പുതിയ ലോകത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാം? അത് വീട് വയ്ക്കും, ഓരോ കാര്യത്തിൽ, ബാത്റൂമിൽ കയറുമ്പോൾ, കുളിക്കുമ്പോൾ, എല്ലാ കാര്യത്തിലും. നമ്മുടെ ഏറ്റവും വലിയ സ്വാർത്ഥം ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ എൻ്റെ കാര്യം തന്നെ പറഞ്ഞുതരാം. അപ്പം ഉണ്ടാക്കി വെച്ചിട്ട് പോയി ഭാര്യ 5 എണ്ണം ഉണ്ടാക്കി, മോളോടും എന്നോടും കഴിക്കാൻ പറഞ്ഞു. ഏറ്റവും മോളിൽ ഇരിക്കുന്നത് എന്തായിരുന്നു? കരിഞ്ഞതായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? പൊക്കിയിട്ട് താഴെയുള്ളത് കഴിച്ചു. കരിഞ്ഞത് ആർക്ക് കൊടുത്തു? അടുത്ത് വരുന്നതാരാ? എൻ്റെ മോളാണ്. അതാണ് ഞാൻ, അതാണ് നിങ്ങൾ. ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ ആ കരിഞ്ഞതെടുത്ത് രണ്ടാക്കിയിട്ട് മോളെ നീ പാതി കഴിയുക, അല്ലെങ്കിൽ ഞാൻ പാതി കഴിയുക, അല്ലെങ്കിൽ കരിഞ്ഞ ഞാൻ കഴിച്ചോളാം, നല്ലത് നീ കഴിയെന്ന് നമ്മൾ പറയില്ല. കുറച്ച് പേര് പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ മഹാപുരുഷൻ അങ്ങനെയല്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, ഈ പ്രകൃതിയോടുള്ള സമീപനത്തിൽ വലിയ മാറ്റമുണ്ട്. പ്ലാനേഴ്സിൽ ഗൗരവമായി ആലോചിക്കണം. ഗവൺമെൻറ്റിലിരിക്കുന്നവർ വളരെ ഗൗരവമായി ആലോചിക്കണം. കെട്ടിടം വയ്ക്കുന്നവർ വളരെ ഗൗരവമായി ആലോചിക്കണം. 10 ലക്ഷം രൂപ കൊടുത്ത് 20 ലക്ഷം രൂപ കൊടുത്ത് വീട് വെക്കാം, 30 ലക്ഷം രൂപ വീട് വെക്കാം, 10,000 രൂപ കൊടുത്ത് അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം എടുത്തുകൊണ്ട് ഒരു റെയിൻ്റെ ഗാലറി ഉണ്ടാക്കാൻ 5,000 രൂപ 2,000 രൂപ അക്യൂല് കൊടുത്താൽ അത് ഒഴിവാക്കിയെടുക്കും മലയാളി. പറ്റില്ല. നമുക്കതിലൊക്കെ നിയമം കർശനമാക്കണം, കാര്യങ്ങൾ കർശനം. അപ്പോൾ പരിസ്ഥിതിയെയും വികസനത്തെയും നന്നായി ബ്ലെൻഡ് ചെയ്തുകൊണ്ട്, H2 പോലെ നന്നായി ബ്ലെൻഡ് ചെയ്തുകൊണ്ട്, ചായയിൽ തേയിലയും പാലും ഒക്കെ കിടക്കുന്ന പോലെ, പഞ്ചസാരയും കിടക്കുന്ന പോലെ വികസനവും വേണം, പരിസ്ഥിതിയും വേണം. എന്തെന്നാൽ മാനവരാശിക്ക് നിലനിൽക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായും നമുക്ക് വളരെ മനോഹരമായി നിങ്ങൾ ഈ സായം സന്ധ്യയിലൂടെ എത്തിച്ചേർന്നു. നിങ്ങളുടെ ചിന്തകളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളൊന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചോ ഗ്രൗണ്ട് വാട്ടർ റീചാർജിനെ കുറിച്ചോ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇമ്മീഡിയറ്റ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറുക, ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് എന്ന് ടൈപ്പ് ചെയ്യുക, അപ്പോൾ നേതാജി ഇറങ്ങി വരും. കേരള എന്ന് ടൈപ്പ് ചെയ്യുക, അപ്പോൾ ഞാൻ വരും. ഒരുപാട് അല്ലാതെ അത് കാണാൻ ഓടിക്കളയരുത് നിങ്ങൾ. കാര്യം അതേപോലെ പ്രമുഖൻ. അത് നിങ്ങൾക്ക് ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ മലയാള മനോരമയിൽ മാതൃഭൂമിയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. മഴവെള്ള സംഭരണം, ഭൂജല പരിപോഷണത്തിനൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ സാങ്കേതിക സഹായം കൊടുക്കാം. അതാണ് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇന്ന് 40 പേര് വിളിച്ചിട്ടുണ്ട്. റേഡിയോ പ്രഭാഷണം ഉണ്ടായിരുന്നു, ആൻഡമാനിലും ഉണ്ടായിരുന്നു, ഇന്നത്തെ ആൻഡമാൻ റേഡിയോയിലുണ്ടായിരുന്നു. 2004 പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലേക്ക് രാത്രി 11 മണിക്ക് ഒരു സ്ത്രീ വിളിച്ചു ചോദിക്കുന്നു, ഹലോ മഴവെള്ള സംഭരണിയല്ലേ? ഞാൻ എന്നെക്കുറിച്ച് എന്നെ കൂടുതൽ പറയിക്കരുത്, എന്നെക്കുറിച്ചല്ല എൻ്റെ അനുഭവങ്ങൾ പറയിക്കരുത്. ഞാൻ വെസ്റ്റേൺ ഘാട്ട് സെല്ലിലുണ്ടായിരുന്നു, വെസ്റ്റേൺ ഘാട്ടിനെ സംരക്ഷിക്കുന്നിടത്തുണ്ടായിരുന്നു. എനിക്കറിയാം ആരാണ് ഇടുക്കിയിൽ കയ്യേറിയിരിക്കുന്നത്, ആരാണ് ഇടുക്കിയിൽ കുടിയേറിയിരിക്കുന്നത്. ഇടുക്കിയിൽ കുടിയേറിയവർ അവിടെ ഇരിക്കട്ടെ, കയ്യേറിയവരെ ഇറക്കി വിടണം. നമുക്ക് കഴിയുന്നില്ല. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 30,000 ഘനകിലോമീറ്റർ മഴ പെയ്യും. കാട് കുറയുന്നിടത്ത് മഴ കുറയുമെന്ന് പഠനങ്ങളുണ്ട്. ഞാൻ ദീർഘമായി പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാട് വേണം, വികസനവും വേണം, പരിസ്ഥിതി വേണം, വികസനവും വേണം. അതെങ്ങനെ ബ്ലെൻഡ് ചെയ്യാം? അവിടെയാണ് എഞ്ചിനീയർമാരുടെ റോള്, അവിടെയാണ് ടെക്നോക്രാറ്റുകളുടെ റോള്, അവിടെയാണ് ഫ്ലാറ്റ് ബിൽഡേഴ്സിൻ്റെ റോള്. അതുകൊണ്ടാണ് അസറ്റ് ഹോം ഇത് വിളിക്കുമ്പോൾ സന്തോഷത്തോടെ വരുന്നത്. തീർച്ചയായും നിങ്ങൾ പുലിമടയിൽ വന്നാണല്ലോ ഇത് പറയേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കൂ. ഇനി ഗ്രീൻ ഹൗസുകളെക്കുറിച്ച് ചിന്തിക്കൂ. വലിയ കെട്ടിടം വെച്ചോളൂ, എത്ര വലിയ കെട്ടിടം വേണം വെച്ചോളൂ, പക്ഷേ ഇങ്ങനെയും കൂടി ചിന്തിക്കൂ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്ന, സോളാർ വയ്ക്കുന്ന, വേസ്റ്റ് മാനേജ് ചെയ്യുന്ന. നമുക്ക് സോളാർന്ന് കേട്ടാൽ ഒരു മനോഹരമായ സുന്ദരിയായ സ്ത്രീയുടെ പേരാണ് ഓർമ്മ വരുന്നത്. സോളാർന്ന് കേട്ടാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോളാർ കിട്ടുന്ന ഒരു നാട്ടിലാണ്. സോളാറിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് സോളാറിനെയും വേസ്റ്റ് മാനേജ്മെൻറ്റും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഉള്ള നല്ല കാര്യങ്ങൾ നടക്കട്ടെ. വെള്ളം സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഏത് കാര്യത്തിൽ ഇത്തരത്തിൽ മുന്നോട്ടെടുത്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ, നിങ്ങളുടെ പടിമുഖത്ത് ഞാനും ഉണ്ടാകും. നിങ്ങൾ എൻ്റെ നമ്പറുമൊക്കെ സേവ് ചെയ്യണം, ബുക്ക് മേടിക്കണം, അതിനകത്ത് നമ്പറുണ്ട്. നിങ്ങൾ വിളിക്കണം,
നിങ്ങൾ വാട്ടർ അംബാസഡേഴ്സ് ആവണം. വീട് വയ്ക്കുകയാണെങ്കിൽ, ക്യാമ്പസ് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൂടി ഒരു പരിഗണന എടുക്കണം. ഒരു മരം വെച്ചാൽ ഇന്ന ഗുണമുണ്ട്, ഒരു മഴക്കുഴി എടുത്താൽ ഇന്ന ഗുണമുണ്ട്, ഒരു സോളാർ വെച്ചാൽ ഇന്ന ഗുണമുണ്ട് എന്ന് പഠിപ്പിക്കുന്നൊരു തലമുറയെ വേണം നമുക്ക് വാർത്തെടുക്കാൻ. അതിന് അസറ്റ് ഹോമിനും കൂടി കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ചതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടുമൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ 2 മിനിറ്റേ കൂടുതൽ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അത് സംഘാടകർ ക്ഷമിക്കേണ്ട, അതിൻ്റെ ഒരു അവകാശമായിട്ട് നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you very much, sir. Before concluding the session, I would request the audience to come forward with their questions, if any. Those who have questions may please raise their 5 hands. minutes or 2 minutes. Yes. Now that we have very prolific builders like Asset, who are conducting beyond square feet, and we have Shankar sir who was talking about the toilet. We are spending so much, we are wasting so much water. I just wanted to know from Asset whether you are having this system where we can recycle the water which we use in the bathrooms to be used in the toilet, not the pure water. So are we having that system, and can we ensure that it happens everywhere, at least wherever Asset is building houses? And if you can make it a law, that would be so good. So Mr. Sunil, if you Sunil sir. അസറ്റ് ഹോംസ് നിർമ്മാണം പൂർത്തീകരിച്ച് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന 76 പ്രോജക്റ്റുകളുണ്ട്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാവുന്നൊരു കാര്യം, അതിൽ 43 പ്രോജക്റ്റുകളിലും ഞങ്ങൾ ഈ റീസൈക്കിൾ മെക്കാനിസം ഉപയോഗിച്ചിരിക്കുന്നത്. 3 പൈപ്പ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഏകദേശം ഒരു 36 മുതൽ 40% വരെ വെള്ളം നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ടെർഷറി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് കൈകൊണ്ട് എടുക്കാവുന്ന രീതിയിലുള്ള വെള്ളമാക്കി മാറ്റിയിട്ടാണ് അത് റീസൈക്കിൾ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഈ വെള്ളം ഉപയോഗിക്കുന്ന സ്വിമ്മിംഗ് പൂളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് ഫ്ലഷിംഗ് ആണെങ്കിലും, കാർ വാഷിംഗ് ആണെങ്കിലും എല്ലാം ഉപയോഗിക്കപ്പെടുന്ന വെള്ളം റീസൈക്കിൾഡ് വാട്ടറാണ്. ഓക്കെ, ഇനി ആരെങ്കിലും പ്ലീസ്. I have one more. I just want to tell. I feel like I'm very passionate about saving the earth or whatever, taking care of earth. So like small things, if we all can look into very small minute things right from the time we get up till the time we sleep. Like don't take it wrong, but today when the guests were invited, they were given a bouquet of flowers, right? Why do we have that plastic thing which is folded inside the flowers? We don't need it. We have enough leaves. We have the banana leaf. Why can't you wrap those flowers in a banana leaf? Why are we using മാഡം ഞാനൊന്ന് ഇടപെട്ടോട്ടെ പ്ലീസ്. മാഡത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇനി കിട്ടി, അതുകൊണ്ട് ഇടപെട്ടോട്ടെ. ഞാനൊരു കോളേജിൽ ചെന്നപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി, PGക്ക് പഠിക്കുന്ന പെൺകുട്ടി, ഇതുപോലൊരു പൂ കൊണ്ടുവന്നു. ഞാൻ സ്നേഹം കൊണ്ട് മേടിച്ചപ്പോൾ ഇവിടെയും സ്നേഹം കൊണ്ട് മേടിച്ചതാണ്. സാർ അടുത്ത പ്രാവശ്യം കൊണ്ട് പുസ്തകം കൊടുത്താൽ മതി. സാർ തന്നെ 2 പുസ്തകം എഴുതിയിരിക്കുന്നു, ആർക്കും പുസ്തകം കൊടുക്കുക. ഇല്ലെങ്കിൽ എൻ്റെ കുറേ പുസ്തകം വാങ്ങിച്ച് തരാം, അത് കൊടുത്തേക്കുക. എല്ലാവർക്കും പുസ്തകം കൊടുത്താൽ മതി. പിന്നെ ഈ പൂവൊന്നും കൊടുക്കണ്ട. ഞാൻ ആ പെൺകുട്ടിയോട് ആ കോളേജിൽ ചോദിച്ചത്, 3000 കുട്ടികൾ പഠിക്കുന്ന കോളേജ്, അത് തന്നെ ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു. ആ പൂ ഒരു കവി കണ്ടെങ്കിൽ എന്ത് വന്നേനെ? ഒരു കവിത വന്നേനെ. ഒരു വൈദ്യൻ്റെ കിട്ടിയെങ്കിലോ മരുന്നായേനെ. അതൊരു പൂജാരിയെ കിട്ടിയില്ലെങ്കിലോ ദേവന് പൂവായേനെ, ദേവിക്ക്. നമ്മളേൽ കിട്ടിയാലോ ക്രഷ് ചെയ്ത് വേസ്റ്റാവും. അതുകൊണ്ട് അത്തരം മൈന്യൂട്ട് കാര്യങ്ങൾ കൂടി സാറ് ശ്രദ്ധിക്കുക. നമുക്ക് ഫയൽ കൊടുക്കരുത് ഒരു കാരണവശാലും. ആരാ ഫയൽ ഉപയോഗിക്കുന്നത്? ബാഗ് കൊടുക്കുക. അതൊന്നും ഇവിടെ ഇല്ല, ഞാൻ വിചാരിച്ച് ഉണ്ടാവുമെന്നാണ്. അതൊന്നും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്തെല്ലാം റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം റെഡ്യൂസ് ചെയ്തോളൂ. ഫുഡ് ഇത്രയും വലിയ ചായ ഒന്നും കൊടുക്കരുത്. സാറേ ഇത്രയും വലിയ സ്നാക്സ് ഒന്നും ആവശ്യമില്ല കേട്ടോ. എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ഫുഡെല്ലാം കഴിച്ചു വരുന്നില്ല. എല്ലാത്തിലും ഒരു മിനിമൽ രീതിയിലേക്ക് നമുക്ക് കൊടുക്കാം. പുസ്തകം കൊടുക്കുക. ഓക്കെ മാഡം, എനിക്ക് തോന്നുന്നു മിക്കവാറും സാർ കൂടി സജഷനാണ്. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഡൗട്ടാണെങ്കിൽ ഞാൻ വെട്ടായി പോകും. സജഷൻ. ഓക്കെ, സജഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വരികയാണ്. ഓക്കെ, നമ്മൾ ധാരാളം കോൺസെപ്റ്റുകളും ഐഡിയാസൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് പ്രായോഗികതയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി എങ്ങനെ നമുക്ക് പറ്റുന്നുണ്ടോ, എങ്ങനെ പറ്റും എന്ന് അത് സാർ അതായത് നമുക്കിവിടെ ഇപ്പോൾ അസറ്റ് ഹോംസ് ഉണ്ട്, ശങ്കർജി ഉണ്ട്, സാറുണ്ട്, രഘുവുണ്ട്, അതെ, താങ്കളുണ്ട്. അതെ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എവിടെയാകട്ടെ, ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് സെൻറ്റർ പോലെ കൊണ്ടുവന്നിട്ട് ഇത്തരം കാര്യങ്ങൾ
ഇംപ്ലിമെൻ്റ് ചെയ്യും. വലിയ സ്ഥലമാണെന്നില്ല. അതെ അതൊരു ഇവിടെ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് രഘു പറയുന്നത്. ട്രിവാൻഡ്രത്ത് തന്നെ അതിനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് സെൻറ്റർ നമുക്ക് ഒരു മൂവ്മെൻറ്റ് പോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു ബിഗിനിങ്ങിന് ഇന്നൊരു പിന്നെ ഒരു ധാരണ ഡിസിഷൻ ഉണ്ടാവട്ടെ എന്നാണ്. അതെ, ഇങ്ങനെ സംസാരിക്കുമ്പോൾ സാർ പ്രാക്ടിക്കൽ ഡയമെൻഷനിലോട്ട് പോട്ടെ. സാർ അപ്പം അതിനെല്ലാവരും മുന്നോട്ട് വരണം. സാർ Not only these people, all the people sitting here, സാർ they can come forward and we can make a difference. സാർ We can implement it and then Sir. show to others Sir. that this is being done. Sir. Thank you. സാർ തീർച്ചയായിട്ടും സാറ് പറഞ്ഞ സജഷൻസ് എടുക്കാവുന്നതാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ല അനുഭവം, നമ്മൾ ഇത്രയൊക്കെ ഞാൻ റെയിൻ വാട്ടറിനെയൊക്കെ അങ്ങനെ തള്ളിയല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല പറഞ്ഞെങ്കിലും കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൽ കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, കുറേ അധികം നടക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ ട്രിക്കിൾ ഡൗൺ ചെയ്യണം, കുറേശ്ശെ സ്പീഡാക്കണം. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ കുറേ ഷോക്കേസിങ്ങും കുറച്ച് കാര്യങ്ങളും മോഡൽസൊക്കെ ഉണ്ടാക്കി കുട്ടികളെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് നമുക്കിതൊക്കെ കാണാനും എവിടെയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ അസറ്റ് ഹോം ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ പബ്ലിസിറ്റി വന്നിട്ടില്ല, നിങ്ങൾ പബ്ലിസിറ്റിയെ കൊടുത്ത് ശങ്കർ സാർ കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം പബ്ലിക്കിന് കൂടി കൊടുക്കുന്നതായി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് സൊസൈറ്റി എടുക്കും. യെസ്, അപ്പോൾ ഞാൻ നിർത്തട്ടെ. ബാക്കിൽ ആർക്കും സംശയമില്ല, ഒരു ഇൻട്രാക്ഷൻ ഇല്ലല്ലോ. ഓക്കെ, താങ്ക് യു. Thank you very much, sir. I would request you to kindly stay back on the stage. May I now call upon Sri N. Reguchandran Nair, Managing Director, SI Property, to hand over a memento to Dr. Subhash Chandra Bose as a gesture of our appreciation and respect. Once again, a big round of applause to Dr. Bose. I would also request Sri Reguchandran Nair to present a memento to Padma Shri Shankar sir. Thank you, Dr. Bose, and thank you, Padma Shri Shankar. I would now request Sri Reguchandran Nair to extend his felicitations. Good evening to all of you. It was a treat to the ears to listen to Dr. Subhash, a very old friend of mine, and Shankar, we are all college mates. Kumarasamy, secretary of the tennis club, my very good friend, Sunil, and all his teams. He's got a fantastic team. I think when I was thinking about the World Water Day, I need to just sensitize you what Kerala is all about. You have to understand, we have 120 to 140 days of rain in the state. I don't know whether when you ask for statistics from the government, invariably the government do not have statistics. So what we do is we try to get the statistics because of our interest in the matter. With this 120 to 140 days of rain, we get about 3,107 millimeter of rainfall, which is 122 inches a year. Do you know how much does this translate into liters? This is 7030 crore m cube of water. There is the amount of water. So I'll translate to the language which you know. E Vellam is equivalent to 20 lakh liters of water per person in Kerala, which is about 5,500 liters per day. E water from the sky it's coming. So assume that 50% of water is going into the river and the sea. But at least you should get 2,500 liters. This is where the government fails. This is where we people fail. All of us fail. That is the problem. See, what do you need to understand fundamentally, which I think Sunil has heard it 100 times. Most of us don't realize what Kerala is all about. We must know that Kerala is only 96 lakh acres. Please remember one thing. Don't think that Kerala is a huge place. It's only 1.13% of India's land holding. Now, if you take the availability of land, which we did recently a study, you see the 590 kilometers is the coastal or the coastline. Or if you have CRZ coming there on one side, you have 44 rivers. Each river average length is 64 kilometers, which is about 2,800 kilometers, the river crisscrossing all over the state. 1,950 kilometers is the backwater. And you have about 34 lakes in this state, which is about 8% of what we talk about.
Now, when you consider all these things and you remove the roads, 172,000 kilometers of roads, railway 1,050, and discount all these developments which has happened in Panchayat, village, city, do you know how much land is left today for the future generation? It is only 12 lakh acres. 12 ലക്ഷം ഏക്കർ ഇനി ബാക്കിയുള്ളൂ. This is where the government plays a big role to ensure that we do not mess up the properties in the way. Because when government says, we are going to give people 2 cents, 3 cents of land, it gives a fear to you. Because instead of that, why don't you give them vertically up? Give my point. Because you can give people vertically up instead of trying to give laterally, because no land. Now, when we talk about this, come to Trivandrum, for example. Do you know that there's a Muttathara plant, there's a sewage treatment plant in Muttathara? The capacity is 107 MLD is the capacity of Muttathara plant, connecting all the sewage systems in the city, which is about 60% of that is only utilized. In that plant, when it was inaugurated in 2013, it was built at the cost of, I think, 80 crores. Our plant, after the treatment, the BOD level, when we talk about water, it's about BOD level. The BOD level of water was 3. That water is equivalent that you can drink that water. The treated water in the Muttathara plant could be drank. So that man who came to shower the water to us that time, I'm talking in 2013, he took the water out in the glass and gave it to the minister and told the minister to drink it. Minister got scared. So he took the water and drank it. So, but what you need to know is the saddest part of the whole thing is what I'm going to convey. This 60 MLD water which is being treated there today, after treatment is being pushed into the Paroi Puthanar and gone into the sea. They have been telling all the people in Trivandrum, please come and take this water, take it for construction, take it for landscaping, take it for so many things you want, car washing. Nobody goes and take it. That's the saddest part. Inno aa vellam Paroi Puthanar vadi kadalil poikondirikka. This is the sad state of affairs. If you all have any doubt, this water you just see in the whole city. Even the museum, I was telling the museum director, why don't you pick up the water from there? You can bring tankers instead of buying water from PTP Nagar and from Water Authority. Why do you buy it? You because the mental block. Similarly, I told Adani people, the port now which I am also involved with, I told them, why didn't you take that water from there and start doing the irrigation? Now they are planning to bring a pipeline from there to do irrigation, the landscaping. This wellam is just going into the sea. No, they do that, but there is Middle East. That is Middle East. This is Kerala. But the flowers are blooming. Yeah, blooming. But when only you know and I know, but the others don't know about it. But then municipality can do it. No, which municipality? We have been dealing with municipality for over the years. We know how municipality deals. They will come to they will say that anything you do is vigilance. In Kerala, nothing happens in Kerala because there's one word which deters any government official to go further, is vigilance. You go to the guy, he says, yes, sir, vigilance varum. This vigilance in a vaak vechittu nammal pedipeduthu ennullanu. Kochu pillare kaanichittu da pedikkuda, you have a ghost kavi, you have a matter varunu paata varunu ennokke paranju pedipichu pidichirunna poleyanu nammal vigilance varunnu. Now come to the point which Sunil says. The water which is recycled, all the builders are probably today recycling water in the projects. Now, what is the problem in this water also, I'll tell you, which Sunil also knows. See, most of the flats are locked up. Okay? They lock up the flat and go, the water is coming through, recycled water comes in. Ningada European system, it comes to lower level tank and on the ketti kadakkum. Every maasam kazhinju varumbam, idu bhayangara filthy smell varum. Because water, the bacteria problem, and you all know, it's very easy to say. So that is where I think the system has to be found, how we can try to, or you may have in a hotel, they have a flush valve system. What is a flush valve system is, you press the valve, the water which is stagnant on the pipe comes down and clears it and goes away. Whereas in our flat, you are having a low level tank which collects the water, and most of the NRIs are not here, they locked up in the flat and go away. So by the time when they come back, the foul smell is terrible. So this is why we got a lot of issues here. Now the reason why we are not able, for example, you said we have this water. All of us are responsible. Every person in the room is responsible for the water water problem we face here. Lucky we are in the city of Trivandrum. We have today 1933 the Wellington water supply has been set up. Those days 1933. That supply actually has crossed the limit to give water to the city.
That supply today, even is using that same supply, the reservoir, to give you water in the city. Today you have drinking water coming to your place. It's all done on a gravity system. But what is happening today is that even that water today, we are probably, a lot of guys are buying water, washing cars, washing that. You know, a lot of people wash the cars and leave the hose there, the water goes drain off. Every time people wash the cars, if you wash the car, leave it, then you put the soap, the drop, so many liters of water is going. All of us are responsible in one way. Even if you put up a house, would I throw away a വീട് വെച്ച് വേണം നിങ്ങൾ ആദ്യം ചെയ്യുന്നത് interlocking tiles അങ്ങ് ഇടും. Why do you want to put interlocking? Why can't you put percolating tiles where you can have grass growing in the center so the water can percolate? പലവരും അത് ചെയ്യത്തില്ല. They want all beautiful color ആയിട്ടുള്ള interlocking tiles ഇട്ട് വരുമ്പം ഈ വെള്ളം പോകാനുള്ള സ്ഥലമില്ല. Like what he says. Rain water harvesting is a must. You see, I'm also the secretary of the golf club. 26 acres of land in the golf club. We have put up a lot of rain pits all over the place. Today, not a single water goes out of the compound. It is all trapped and captured. So what happened? Our water level has gone up. The groundwater table has gone up. Today, we have plenty of water in the borewell. Even summer, we are using that water. Now, people ask me, how do you irrigate the golf course today when there's no water? What I did was, I had an understanding when Gigi Thompson was the Director General of Sports Authority and later the Chief Secretary. We signed a contract with Mr. Ayyappan of Hindustan Latex. The water coming out from the treated water coming out from the Perukada factory, I piped it from there and brought it into the golf course compound. And we have a 5 lakh liter of water which is holding it. Every day we get 2.5 lakh liter from that treated water, and we are using that water for putting for the grass and everything. Because otherwise we will not be able to run the golf course. Because earlier the golf course used to go dry. Today the golf course looking green. Because fundamentally we are taking that water in and trying to use it. So everybody, if you can try to reuse your water, I'm very sure that you will be able to do quite a lot of things. Because the builders have got a role to play, but basically the public as a whole. But the real culprit of all this is the government. The government must have a vision, must have a passion. Here the government hasn't got any vision and no passion. Officials come, officials go. They are least bothered whether you get a water, whether you recycle a water, whether you go to the pollution control board. They will come and say, they'll test your water and say, okay, your water is 3, okay, we'll give you the permission. After that, what happens? A lot of buildings with sewage treatment plants, STP, in the complexes today do not get treated properly. Today, because that it is a costly affair, associations will switch it off by saying that it is costly for us, monthly maintenance charge, so we can't afford this, they switch it off. So by switching it off, what are you doing? The whole water is stuck there. So what we are telling the government is whatever, and you know one more condition they say in the rule, that whatever water generated within the compound from the thing, after recycling, you still have a lot of water, volume of water with you. They say that you consume it. Where will you consume? They tell us you go and consume. Where do you consume? They don't have an answer. So we said, why don't you allow us to let it out in the drain? So the drains are so bad. So this water will clean up the drains and the rain will be much more better. But then these guys will not permit. They say, no, that cannot be permitted. So these are things where it requires a lot of things like, I think Shankar is here. Probably he knows better. We all are not against any of these things. But the point is that government has got a big role to play. So with this, I am quite sure that we heard a very powerful talk by Dr. Subhash Chandra Bose. And as Shankar also so passionate about environment, we crisscross each other on issues on development. Because what he said is right, because what Dr. Bose was saying, you have to understand, the trees are being cut on the airport site. All of you must have seen it. Why do they cut the trees? The reason being, the trees have overgrown the height. The aircraft told us that, if you don't cut you know how many trees have to be cut? 1,000 trees have to be cut. 1,000 trees have to be cut. Otherwise, they have said that the aircrafts cannot land. From the Vallakadavu side, we have more than 30 trees have to be cut. Yesterday was the meeting. We had to cut the trees. But at the same time, you can't plant trees which go tall. There has to be a limit for the tree because that is the problem today. So these trees are being cut. On the All Saints side, the trees are being cut because the road which is now coming from the Chaka side will not be there hereafter very soon. Because we are removing the road towards the railway track because there has to be a parallel taxiway to connect the airport and the main airport with taking properties from, you have the BrahMos, you have the fire station, all will be added. Otherwise, the Trivandrum Airport, I do not know how many of you are aware, the Trivandrum Airport today is running on temporary license. The very moment the license, with no parallel taxiway, the license will be cancelled, no big flights can land here.
So we are really running against time. So it is not there. But at the same time, to plant trees in that area will be difficult. But like Shankar said, we can have short trees. We can probably have, because what happened in Sial, those who goes to Sial know that there is so much of building, but trees cannot go tall because of the height of the, because we are the only airport today in the country which is only inside the city, which is only 6 kilometers away from the place you stay. You get out of the airport, in next 15, 20 minutes, you are back home. There's no other place in India you have this comfort. And with this, I'm sorry I've deviated a bit. I just wanted to inform you. But anyway, Suril, this Beyond Square Feet is what he does every year is very, very interesting. He brings up interesting subject. He brings up interesting personalities. And I'm quite sure that all of you had a good evening. Thank you. Thank you very much, sir. Ladies and gentlemen, Asset Homes had conducted an amazing and unique event, the Fairy Lights Foyer Decor Contest for all apartment and villa owners across Kerala during the festive seasons of Christmas and New Year. The contest saw a great level of enthusiasm and participation from all participants, and it was truly a sight to behold. കേരളത്തിൽ ഉടനീളമുള്ള 100ഓളം അപ്പാർട്ട്മെൻറ്റുകളും ഗേറ്റഡ് വില്ല പ്രോജക്റ്റുകളും പങ്കെടുത്ത വളരെ ആവേശകരമായൊരു മത്സരത്തിൻ്റെ പര്യവസാനം വിദഗ്ധ കമ്മിറ്റിയാണ് വിന്നേഴ്സിനെ കണ്ടെത്തിയത്. After a rigorous judging process, the winners of the contest have now been announced, and we are delighted to let you know that in a short while from now, we will be giving away cash prizes worth 2.25 lakh rupees. Here is a list of winners. The first prize is to Highlight Metro Max, Nellikode. The builders, Highlight Builders, and the first prize is 1 lakh rupees. Asset Alpine Oaks is a second prize winner from Kakinad, Kochi, and the winner carries home 50,000 rupees. The third prize goes to Skyline Zenith, Nellikone, Thrissur, with a cash prize of 25,000 rupees. Then the consolation prizes Chelur Towers, Poothol, Thrissur, Vigaland, Kingsfort, Erur, Vigaland, Asset Picasso Palette, Asset Rengoli Marida, Asset Precious Nellikone, Thrissur, Confident Elite, Ullur, Thrissur, Kent Illam, Vennala, Kochi, Prestige Neptune's Courtyard, Marine Drive, Kochi, Purva Grand Bay, Marine Drive, Kochi, and Nanma Phoenix Apartments, Aluva, Kochi. These are the winners. Now I would request Padma Shri Shankar sir to kindly do the honors to please come on the stage. I would also request Sunil Kumar sir to join our distinguished guest.